കർത്താവിന് സ്തോത്രം. കർത്താവിനാൽ അനുഗ്രഹീതരായ പ്രിയമുള്ള ദൈവമക്കളെ, ശ്രേഷ്ഠന്മാരായ അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, വിശേഷാൽ ജോർജ് പാസ്റ്റർ, ഫിലിപ്പ് പാസ്റ്റർ, ജോസ് പാസ്റ്റർ, മറ്റ് ദൈവദാസന്മാർ, മനോഹരമായ ഗാനങ്ങൾ പാടുന്ന ക്രൈസ്റ്റ് ഫോളോവേഴ്സ് സിംഗേഴ്സ്, നിങ്ങൾക്കെല്ലാവർക്കും ധന്യനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്രമേയ നാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനം. എല്ലാവരും കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ഒരു വർഷങ്ങൾക്ക് ശേഷം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കുടുംബമായി ചെറിയവനായി എനിക്ക് കർത്താവ് നൽകിയിരിക്കുന്ന വലിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിച്ച് പോയപ്പോൾ എന്നെ പ്രാർത്ഥിച്ചയച്ചത് ജോർജ് പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ കൃപയാൽ അനുഗ്രഹകരമായ ശുശ്രൂഷയ്ക്കായി ഒരു വേദിയാക്കി മാറ്റിയ കഴിഞ്ഞ 13 മാസങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റൊരു കാര്യം, എനിക്ക് വളരെ സന്തോഷമുള്ളത്, കഴിഞ്ഞ വർഷം ഞാൻ ക്രൈസ്റ്റ് ഫോളോവേഴ്സ് ചർച്ചിൽ ഒരാഴ്ച അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് തിരുവചനത്തിൽ നിന്നും ക്ലാസ് എടുക്കുവാൻ സഹായിച്ചെന്ന് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാക്കണം. അന്ന് ഞാൻ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ പലതും ഇതിനോടകം നടന്നു കഴിഞ്ഞു. അതിനേക്കാൾ വലിയ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഈ മാസത്തിൽ നടക്കാൻ പോകുന്നു. ഇതിനെല്ലാം അതെല്ലാം നമുക്ക് സമയം ലഭിച്ചെങ്കിൽ ചിന്തിക്കാം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വിഷയം തിരഞ്ഞെടുത്ത സഭയെയും കർത്തൃദാസനെയും ഞാൻ വളരെ അഭിനന്ദിക്കുന്നു. വിജയകരമായ ക്രിസ്തീയ ജീവിതം. വളരെ തിരക്കുള്ള ജീവിതത്തിനിടയിലാണ് നിങ്ങളെല്ലാവരുടെ കടന്നു വന്നിരിക്കുന്നത്. ജോലിക്കിടയിൽ വളരെ ദൂരം ഡ്രൈവ് ചെയ്ത് വന്ന പ്രിയപ്പെട്ട കറിയാച്ചനെ പോലുള്ള അനേകർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. സ്തോത്രം. ജോലിക്ക് ശേഷം ഒരു കപ്പ് ചായ പോലും കുടിക്കുവാൻ സാധിക്കാതെ ഡ്രൈവ് ചെയ്ത് വന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. നമ്മൾ 4 ദിവസത്തെ ക്ലാസ്സാണ് ഇടുന്നതിൻ്റെ ആരംഭമാണ്. ക്രിസ്തീയ അദ്ദേഹം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞല്ലോ, ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് വിജയിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മാത്രമായില്ല, 6000 കിലോ തൂക്കമുണ്ട് ഒരു കൊമ്പനാനയ്ക്ക്, 13 അടി പൊക്കമുണ്ട്. ഒരേത്തക്കൊല ഒന്നിച്ചു കൊടുത്താൽ 2.5 മിനിറ്റ് കൊണ്ട് തിന്നു തീർക്കും. 6 കിലോ തൂക്കമുള്ള ഏത്തക്കൊല 2.5 മിനിറ്റ് കൊണ്ട് തീർക്കും. അതിൻ്റെ തൊലി പോലും കാണാമണ്ടം പോലും കാണത്തില്ല. അതേ ആനയുടെ കയ്യിൽ 1 കിലോ തൂക്കമുള്ള പുതിയാത്ത തേങ്ങ കൊടുത്താൽ അതുകൊണ്ട് ഇരിക്കുന്നതല്ലാതെ ഒരു പണിയും നടത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതം എങ്ങനെ വിജയിപ്പിക്കാമെന്നുള്ള ആ തേങ്ങ ഒന്ന് പൊതിച്ചെങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ദയവായി ഈ 4 ദിവസങ്ങളിലും മുടങ്ങാതെ നിങ്ങൾ സഹകരിക്കുമെങ്കിൽ നമുക്ക് വിശദമായി ചിന്തിക്കാം. അതോടൊപ്പം വളരെ ഗൗരവമുള്ള വിഷയമാണ് കർത്താവിൻ്റെ വരവിൻ്റെ ശേഷമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ലോകം ഒരുങ്ങുന്നു. ഈ ലോകം അധർമ്മമൂർത്തി ഭരിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. 7 വർഷം മഹോപദ്രവകാലം. അന്നത്തേക്കുള്ള മിലിറ്ററിയുടെ റിക്രൂട്ട്മെൻ്റ് ആയിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഓർത്തുകൊള്ളുക. അത്ര പ്രാധാന്യമേറിയ നാളുകളാണ്. ക്രിസ്തീയ ജീവിതം വിജയിപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ വിജയം. ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ചിന്തകന്മാരുടെ ഭാഷയിൽ ജീവിതം എന്ന് പറഞ്ഞാൽ 2 വിലാപങ്ങളുടെ നടുവിലുള്ള കാലഘട്ടം. അതാണ് അവർ പറയുന്നത് ജീവിതം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അത് കരഞ്ഞുകൊണ്ടേ ജനിക്കത്തുള്ളൂ, ചിരിച്ചുകൊണ്ട് ജനിക്കത്തില്ല. അതിനും കാരണമുണ്ട്. കരഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു, മരിക്കുമ്പോൾ മരിക്കുന്നയാൾ കരയത്തില്ല, കണ്ടു നിൽക്കുന്നവർ കരയും. ഈ 2 വിലാപങ്ങളുടെ നടുവിലുള്ളൊരു ദീർഘകാലഘട്ടത്തെ ജീവിതം എന്ന് പറയുമ്പോൾ അതിനും പിന്നെ പല വിശദീകരണമുണ്ട്. ഗൾഫ് ജീവിതം നിങ്ങൾക്ക് സുപരിചിതമാണ് അല്ലേ? ഞാൻ പറഞ്ഞു തരണ്ട. ചുട്ടുപൊള്ളുന്ന വെയില്, മയമില്ലാത്ത റോഡ്, ഒരു വിധത്തിൽ നിൽക്കാൻ മേലാത്ത സമയമില്ല, 24 മണിക്കൂർ തികയാത്ത ജീവിതം, ഒരു കാരുണ്യവുമില്ലാത്ത ജീവിതം, സ്വർണത്തെക്കാൾ വിലയുള്ള മറ്റ് താമസത്തിനുള്ള ചെലവ്, ഇതെല്ലാം ഗൾഫ് ജീവിതം. അപ്പോൾ തന്നെ ഏത് സാധനവും കിട്ടുന്ന ആകർഷകമായ കടകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പട്ടണം, ഗൾഫ് ജീവിതം. നോർത്ത് ഇന്ത്യൻ ജീവിതം എന്ന് പറഞ്ഞാൽ അത് നല്ലതാ. ഡാള് ചപ്പാത്തി, ചപ്പാത്തി ഡാള്, ആലു പൊറോട്ട, ഇത് പോവും നോർത്ത് ഇന്ത്യൻ ജീവിതം. ബോംബെ ജീവിതം എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ കയറി നിന്നാൽ മതി, കയറ്റിക്കോളും നമ്മളെ. ബോംബെ ജീവിതം അല്ലേ? ഇറങ്ങണ്ട, നമ്മളെ ഇറക്കിയും വിടും. യാത്ര തീരുമ്പോൾ നമ്മുടെ പേഴ്സ് രൂപാന്തരപ്പെടും. ഇതാണ് ബോംബെ ജീവിതം. അമേരിക്കൻ ജീവിതം എന്ന് പറഞ്ഞാൽ ശരീരത്തോട് തുളച്ചിറങ്ങുന്ന തണുപ്പ്, എവിടെ നോക്കിയാലും വെള്ളക്കൂമ്പാരമായ മഞ്ഞ്, എല്ലാം വെള്ളം മൂടിക്കിടക്കുമ്പോൾ എത്ര ഡ്രസ്സ് ധരിച്ചാലും പോരെന്ന് പറയുന്ന ശരീരം, അതിങ്ങനെ പോകുന്ന ഒരു ലൈഫ്.
ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അതും സാധാ ക്രിസ്തീയ ജീവിതമല്ല, ജയകരമായ ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അതിൻ്റെ എൻട്രൻസ് ആണ് വീണ്ടും ജനനം, വിശ്വാസ സ്നാനം. അത് എൻട്രൻസാ. ഈ ചർച്ചിലേക്ക് നിങ്ങൾ കടന്നു വന്ന് കോമ്പൗണ്ടിലോട്ട് കയറി, ട്രിനിറ്റി കോമ്പൗണ്ടിലോട്ട് കയറിയപ്പോൾ എൻട്രൻസായി. പിന്നീട് 10 ചുവട് അല്പദൂരം നടന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഹോള് കിട്ടിയത്. ഇതിനകത്ത് കയറി കഴിഞ്ഞ് സീറ്റിലിരുന്നത് പോലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് വീണ്ടും ജനനം, വിശ്വാസ സ്നാനം. അതുകൊണ്ടായില്ല, പിന്നൊരു പ്രോസ് കിടക്കുകയാണ്. എങ്കിലും ഒരു സന്തോഷമുണ്ട്. ഇതെങ്ങനെയാ? വല്ല ജീവിതവുമല്ല, ആരുടെ കൂടെയുള്ള ജീവിതമാ? ലോകത്തെ ജയിച്ചവനായ ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം. മരണത്തെ ജയിച്ചവനായ ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം. എന്നെയും നിങ്ങളെ കഴുകി ശുദ്ധരാക്കിയ, നമ്മളെ വിശുദ്ധരാക്കിയ, ഇഷ്ടരിൽ നിന്നെല്ലാം പിടിച്ചെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവനെ സ്തുതിപ്പാൻ യോഗ്യനാക്കിയ, നമ്മളോടുകൂടെ വസിക്കുന്ന ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം. അല്ല, അതുകൊണ്ടും ആയില്ല. അഖിലാണ്ടത്തെ, ഈ പ്രപഞ്ചത്തെ, കോടാകോടി നക്ഷത്രങ്ങളെ, എല്ലാ ഗാലക്സികളെയും, അൽഫാ സെഞ്ചുറിയെയും, മിൽക്കി വേയെയും, ആൻഡ്രോമീഡ, വിൽപ്പൂള്, സീഗാറ്, സോംബോറ, പിൻവീല്, സതേൺ പിൻവീൽ, ഇങ്ങനെ 10,000 കോടി നക്ഷത്രങ്ങളെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ നിർമ്മിച്ച സർവശക്തനായ ദൈവത്തിന്റെ അപ്രമേയമായ ശക്തി പകർന്നിരിക്കുന്ന ജീവിതം. പ്രൈസ് ദി ലോർഡ്. ആ ജീവിതം വിജയിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയകരമായ ജീവിതം. എല്ലാ ക്രൈസ്തവ സഭകൾക്ക് ചരിത്രമുണ്ട്. ക്രൈസ്തവ സഭയുടെ ചരിത്രം സ്വർഗത്തിൽ നിന്ന് നൽകി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകത്തിലെ 2ഉം 3ഉം അധ്യായങ്ങൾ. അതിനകത്തെ 6 പ്രാവശ്യം പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ചേ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവൻ ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇനി 11-ാം വാക്യം ഒന്ന് വായിച്ചേ. ആർക്കാന്നാ? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ജയിക്കുന്ന, അവിടെ പറയുന്നത് ജയിക്കുന്നവനെന്നാ. ഇനിയും 17-ാമത്തെ വാക്യം നോക്കിക്കേ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന. ഇനി 26-ാമത്തെ വാക്യം നോക്കിക്കേ. 26-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ ചെയ്യുകയും ചെയ്യുന്നവനെ, അവിടെ ജയിക്കുന്നവനെ. ഇനിയും 3-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിച്ചേ. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. അടുത്തത് ജയിക്കുന്നവനെ വെള്ളയുടുപ്പ് ധരിക്കും. ഇനിയും ഒരു വാക്യം കൂടെ നോക്കാം. 3-ാം അധ്യായം 12-ാം വാക്യം. 3:12. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. അടുത്ത വാക്യം. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ഏറ്റവും മാർമികമായ ഒരു വാക്യമാണ് ദൈവമക്കളെ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനും, കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി പറയുന്നു, ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനും ഈ തലമുറയിൽ രൂപാന്തരപ്പെടും. നമ്മൾക്ക് 7 വ്യത്യാസം വരും. ഒന്ന്, നമുക്ക് തേജസ്സിന്റെ ബോഡി കിട്ടും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ അവകാശമാക്കും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുവാൻ അവനോടെ അനുരൂപമാക്കും. കൊലോസ്യർ 3:21. അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മളുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എന്താ ഈ താഴ്ചയുള്ള ശരീരം? തേജസ് പോയ ആദത്തിൻ്റെയും ഹവ്വായുടെയും ശരീരം. താഴ്ചയുള്ളത്, വിശപ്പുള്ളത്, ബ്ലഡ് ഷുഗർ താഴുന്നത്, BP കൂടുന്നത്, ടെൻഷൻ വർദ്ധിക്കുന്നത്, പല്ല് പോകുന്നത്, ഇതെല്ലാം
പഴയ കാലത്ത് ദൈവം തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ച പല്ല് 32. മനുഷ്യൻ ഭക്ഷണക്രമം മാറ്റിയപ്പോൾ തമ്പുരാൻ ഇപ്പം 4 പല്ലും കുറച്ചെന്നാ പറയുന്നത്. ഇപ്പോഴത്തെ ജനറേഷനല്ല 28 പല്ലേ ഉള്ളെന്നാ പറയുന്നത്. എന്തായാലും പല്ല് പറയുന്നത്, തൊലിയിൽ രോഗം വരുന്നത്, ക്യാൻസർ പിടിക്കുന്നത്, അതങ്ങോട്ട് മാറ്റിയിട്ട് ഇതൊന്നും ഏൽക്കാത്ത ഒരു തേജസ്സിന്റെ ശരീരം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം കൂടെ ഒന്ന് നോക്കണം. നമുക്ക് 7 വ്യത്യാസം വരും ജയിക്കുന്നവർക്ക്. അതിലൊന്നാമത്തത് ഹല്ലേലൂയ, ദൈവദൂതന്മാരെക്കാൾ മെച്ചപ്പെട്ട ഒരു നല്ല ശരീരം നമുക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം അങ്ങ് മാറും. ഈ കൊഴിയുന്ന തലമുടിയും. വേറൊരു സന്തോഷ ഭാഷ പറയാം. ഞാൻ അമേരിക്ക പറഞ്ഞപ്പോൾ കുട്ടികൾക്കൊക്കെ വലിയ രസമായത്. പല്ല് തേക്കണ്ടാത്ത പല്ല്, കുളിക്കണ്ടാത്ത ശരീരം, മുടി ചീകണ്ട, ഷാമ്പു അടിക്കണ്ടാത്ത ശരീരം കിട്ടും. കുട്ടികൾക്ക് സന്തോഷേ, കുളിക്കണ്ടല്ലോ എന്ന് അവർ പറയുന്നത്. ഏതായാലും ഇതൊന്നും വേണ്ടാത്ത ഒരു നല്ല ശരീരം നമുക്ക് കിട്ടും. 2, ചെല്ലുമ്പോൾ ടോക്കണായിട്ട് വെളിപ്പാട് 4:4 പറയുന്നു സ്വർണ്ണ കിരീടം. അത് ടോക്കണാ, അവിടെ വന്നതിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ 91.5 കാരറ്റിൽ അടിക്കുന്നതല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രത്യേക കൃപപ്രകാരം നമ്മളെ അലങ്കരിക്കുന്ന അലങ്കാരം. മൂന്നാമത്തെ പ്രത്യേകത, മൂന്നാമത്തെ വരുന്ന മാറ്റം, പ്രൈസ് ദി ലോർഡ്. ഈ മീറ്റിങ്ങിന് ഇവിടെ വന്നതിനും സ്വത്രാഴ്ചയിട്ടതിനും പാട്ടുപാടിയനും കർത്താവിന് വേണ്ടി സഹിച്ചതിനും വഹിച്ചതിനും ചെയ്തതിനും എല്ലാം റിവാർഡ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ പോലും തോന്നാത്ത അതിസുന്ദരമായ, എബ്രായ ഭാഷയിൽ പറഞ്ഞാൽ മഹാപ്രതിഫലം. അത് വേദപുസ്തക ഭാഷ കിരീടം എന്ന് പറയും. നിങ്ങൾക്കറിയാം കിരീടങ്ങൾ, തേജസ്സിന്റെ കിരീടം, വാടാത്ത കിരീടം, നീതിയുടെ കിരീടം, ഇങ്ങനെയുള്ള കിരീടം തലയിൽ വെക്കുന്നതല്ല. ലോകത്തിൽ ഇത് എഴുതുന്ന കാലത്തെ ഏറ്റവും, ഈ പുസ്തകം എഴുതുന്ന കാലത്തെ ഏറ്റവും ഉന്നതനായ വ്യക്തി രാജാവാ. അതിൽ ഒരു രാജ്യത്തിൽ ഒരു വ്യക്തിക്ക് മാത്രമേ മഹാരാജാവ് എന്നുള്ള പേര് പറയത്തുള്ളൂ. കാരണം അദ്ദേഹമായിരിക്കും സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അദ്ദേഹമാണ് മഹാരാജാവ്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ തലയിൽ മാത്രമേ കിരീടം വെക്കത്തുള്ളൂ. അടുത്തത് ക്രൗൺ പ്രിൻസാ. അത് ഈ നാട്ടിലും ഉണ്ടല്ലോ. മഹാരാജാവ് മാറിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് സ്ഥാനം കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ കിരീടം എന്ന് കാണിക്കുന്നത് അന്നത്തെ കാലത്തെ അറിവിൻ്റെ പരമാവധി ഏറ്റവും വലിയ പൊസിഷനാണ് കിരീടം. അത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതാണ് തിരുവചനം പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. കിരീടം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഏതെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിവാഹങ്ങൾക്കോ ഏതെങ്കിലും വീടിൻ്റെ ഓമിങ്ങിനോ പോകുമ്പോൾ അവർക്ക് നമ്മളൊരു കോംപ്ലിമെൻ്റ് മേടിച്ചുകൊണ്ട് പോകും. അത് ഓരോ രാജ്യത്തെ കൾച്ചർ അനുസരിച്ച് അത് കൊണ്ടുപോകുന്നത്. പത്രക്കടലാസിൽ പൊതിഞ്ഞാരും കൊണ്ടുപോകുകയല്ല അല്ലേ. ഇന്ത്യയിലാണെങ്കിൽ പ്രസൻറ്റേഷൻ റാപ്പറുണ്ട്, കളറുള്ളത്. പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ പ്രസൻറ്റേഷൻ ബാഗാണ്. അത് സമ്മാനം മേടിച്ച് കഴിഞ്ഞാൽ ബാഗിലൂടെ മേടിക്കണം. $2 പവനോ കൊടുത്തേ ആ ബാഗിലിട്ട് കൊടുക്കുക. ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം ആ ബാഗോ ഇന്ത്യയിലെ പ്രസൻറ്റേഷൻ റാപ്പറോ ആയിട്ടൊരാൾ പോകുന്നത് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലായത് ശവടക്കാനൊന്നും പോകുന്നതല്ല, ഒന്നിൽ വിവാഹത്തിന് പോകുന്നതാ, അല്ലെങ്കിൽ ഏതോ നല്ല കാര്യത്തിന്. അതുപോലെയാണ് ഈ കിരീടം എന്ന് പറയുന്ന റാപ്പറ. അതിനകത്തിരിക്കുന്നതിനെ തമ്പുരാനെ അറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം നൽകും. നോക്കിക്കേ, നമുക്ക് വരുന്ന 7 വ്യത്യാസം. എല്ലാ ദൈവകൃപയിൽ വന്ന ജയകരമായ ജീവിതം നയിക്കുന്നവർക്ക് കിട്ടുന്ന കാര്യം ആദ്യം പറഞ്ഞിട്ട് വേണ്ട എങ്ങനെയാണ് ജയകരമെന്ന്. ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർക്ക് ആദ്യം കിട്ടുന്നത് ശരീരം തേജസ്സിൻ്റെത്. ഒരു ദ്രവത്വമില്ലാത്ത, മെയിൻ്റനൻസ് ആവശ്യമില്ലാത്ത ഒരു ശരീരം. അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം. എൻ്റെയും നിങ്ങളുടെയും ശരീരം ദ്രവത്വമുള്ളത്. എൻ്റെയും നിങ്ങളുടെ ശരീരം 100 കോടി കോശം. ഒരു കോശത്തിൻ്റെ പരമാവധി ആയുസ് 120 ദിവസം. കഴിഞ്ഞ വർഷം ഞാനിവിടെ പ്രസംഗിച്ചു പോയില്ലേ, ആ ശരീരം കൊണ്ട് ആരും ഇവിടെ ഇരിപ്പില്ല, ഞാനും ഇവിടെ ഇരിപ്പില്ല. നമ്മുടെ ശരീരം നമ്മളറിയാതെ ദേശാടന കിളിയെപ്പോലെ മാറുക. മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചതാ. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കത്തില്ല. ഒരു കോശത്തിന് 120 ദിവസത്തിൽക്കുള്ളിൽ ബോഡിയിൽ നിൽക്കാനൊക്കത്തില്ല. നിന്നാൽ പോയി. നമ്മുടെ ശരീരം മാറി വരിക, നമ്മൾ അറിയുന്നില്ലെന്നുള്ളൂ. വളരെ ചെറുതായിട്ടാണ്. തൊലിയുടെ ഡെർമിറ്റോളജി പറയുന്ന ഈ തൊലിയുടെ ഏറ്റവും പുറം കവർ 30-ാം പക്കം മാറുമെന്ന. ആമാശയത്തിൻ്റെ അകത്തെ ചർമ്മം 6-ാം ദിവസം മാറും. തിങ്കളാഴ്ചത്തത് ശനിയാഴ്ച ഇല്ല അവിടെ. ഉണ്ടേ ഞാൻ വാ വിളിച്ചാൽ നിങ്ങളാരും ഇവിടെ നിൽക്കുകയില്ല. അതിൽ നിന്നായി ബിസിനസ്സുകാർ ഡിസ്പോസിബിൾ കപ്പ് കണ്ടുപിടിച്ചത്.
നമ്മുടെ അസ്ഥി 90 ദിവസം കൂടുമ്പോൾ പതുക്കെ ടാറ്റ പറയാൻ തുടങ്ങും. ചായ ഒന്നിച്ചല്ല, കുറേശ്ശെ ഞാൻ മാറുക. ലിവറെ, കരളെ 6 ആഴ്ച കൂടുമ്പോൾ മാറും, ഒന്നിച്ചല്ല, വളരെ കുറേശ്ശെ മാറും. എന്നാൽ ഇനിയും കിട്ടാൻ പോകുന്ന ശരീരം അങ്ങനല്ല, ഒരിക്കൽ കിട്ടിയാൽ കിട്ടിയതാ. പ്രൈസ് ദി ലോർഡ്. അതെന്നേക്കും അങ്ങനെ ആയിരിക്കും. അതിന് ജരാനരകളില്ല, വെള്ളെഴുത്തില്ല, ഷോർട്ട് സൈറ്റ് ഇല്ല, ലോങ് സൈറ്റ് ഇല്ല, കേൾവിക്കുറവില്ല. പ്രൈസ് ദി ലോർഡ്. ഇയറൈഡും വേണ്ട, ഒന്നും വേണ്ടാത്ത ഒരു ശരീരം. നമ്പർ 1. 2, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതിന്റെ എൻട്രൻസ് ആയിട്ട് സ്വർണ്ണ കിരീടം. 3, പ്രൈസ് ദി ലോർഡ്, പ്രതിഫലങ്ങൾ. ജയകരമായ ക്രിസ്തീയ ജീവിതം നയിച്ചതിന് ഓരോ ദിവസവും അവിടെ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. മൊബൈലിനകത്ത് ഡേറ്റ് ഇരിപ്പില്ലേ, കലണ്ടറിൻ്റെ, ഇതുപോലെ അവിടെ ഡേറ്റ് ഉണ്ട്. ആയുസിൻ്റെ ഓരോ ദിവസവും കർത്താവിന് വേണ്ടി ചെയ്തത്, കർത്താവിനിട്ട് ചെയ്തതല്ല, കർത്താവിന് വേണ്ടി ചെയ്തതിനെല്ലാം പ്രതിഫലം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എൻ്റെ നാമത്തിൽ 1 കപ്പ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ പ്രതിഫലം. 4-മത്തെ അതിനേക്കാൾ സന്തോഷമുള്ളൊരു കാര്യമാണ് തേജസ്സിൻ്റെ ആവരണം. നമ്മുടെ വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും നഷ്ടപ്പെട്ടു പോയത് നമ്മളെ ഉടിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. തേജസ്സിൻ്റെ ശരീരം, തേജസ്സിൻ്റെ കവറിങ്. ഒരു കവറിങ് നമുക്ക് കിട്ടും. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് തേജസ് കിട്ടും. ഇപ്പം എത്ര വ്യത്യാസമായി? നിങ്ങളോട് ഉണ്ടോ? എത്ര വ്യത്യാസമായി? 1, ശരീരം മാറും. 2, കിരീടം. 3, പ്രതിഫലം. 4, തേജസ്സിൻ്റെ ആവരണം. 5, പേരങ്ങ് മാറ്റും. ഈ പേരിൽ അവിടെ വിളിക്കത്തില്ല, നമ്മുടെ എല്ലാവരുടെയും പേര് മാറ്റും. കുഞ്ഞമ്മയെന്ന് കർത്താവ് വിളിക്കത്തില്ല. കർത്താവിൻ്റെ അമ്മയെ കയറി വിളിച്ചില്ല അമ്മയെന്ന്. പിന്നെയാണോ കോട്ടയംകാരി കുഞ്ഞമ്മയെന്ന് വിളിക്കുന്നത്. കർത്താവിൻ്റെ അമ്മയെ കയറി അമ്മയെന്ന് വിളിക്കാൻ ബഹുമാനമില്ലാഞ്ഞിട്ടൊന്നുമല്ല. പലരും അല്ല, അങ്ങനല്ല. കർത്താവിൻ്റെ അമ്മയെ വിളിച്ചത് എന്തുവാ കർത്താവ് അറിയാവോ? സ്ത്രീയെ. കാരണമുണ്ടേ. അല്ലെങ്കിൽ സാത്താൻ പറയും നീ ദൈവമല്ല. മറിയെ എങ്ങനെ കയറി അമ്മയെന്ന് വിളിച്ചിരുന്നെങ്കിൽ അമ്മയാണോ മോനാണോ പൊസിഷൻ കൂടുതൽ? ആർക്കാ പൊസിഷൻ കൂടുതൽ? ആർക്കാ? അമ്മയ്ക്കാ. അപ്പൊ കർത്താവ് കയറി മറിയെ കയറി അമ്മയെന്ന് വിളിച്ചിരുന്നെങ്കിൽ നിന്നേക്കാ പൊസിഷനുള്ള ഇവിടെ ഉണ്ട്, അപ്പൊ നീ ദൈവമല്ലെന്ന് പറയും. അത് വരാതിരിക്കാനല്ല, ബഹുമാനമില്ലാഞ്ഞിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെയാണോ കോട്ടംകാരി കുഞ്ഞമ്മ കയറി വിളിക്കുന്നത്? അത് തന്നെയല്ല. നമുക്കറിയാം പേരും സ്വഭാവം കൊണ്ട് വല്ല സാമ്യം ഉണ്ടോ? പേര് മാറ്റം. വായിക്കാം, ഞാൻ വെറുതെ പറയുന്നല്ല, വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 5-ാമത്തെ നമ്മുടെ വ്യത്യാസം. വിൽ ചേഞ്ച് അവർ നെയിം. എങ്കിലും നിക്കോല്യരുടെ നടപ്പ് നീ പായിക്കുന്നു. 2:16. വെളിപ്പാട് 2:16. അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. അടുത്തത്, ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്തത്, ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. അടുത്തതോ, ഞാൻ അവനെ വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. സന്തോഷത്തോടെ ദൈവമക്കളെ സ്തുതിച്ചേ. എന്റെയും നിങ്ങളുടെയും പേര് സ്വർഗം മാറ്റും. നമ്മളുടെ ജീവിതത്തിന് തരേണ്ട അപ്രോപ്രിയേറ്റ് നെയിം, എന്ത് പേരിടണം സ്വർഗം തീരുമാനിക്കും. ഇവിടുത്തെ ജീവിതത്തിനും ഇവിടുത്തെ പ്രവൃത്തിക്കും കർത്താവിന് ചെയ്തതിനും തക്കവണ്ണ ഒരു പേരുണ്ട്. അത് സ്ഥിര നെയിമായിരിക്കും. അതിന്റെ അടയാളമാണ്. യാക്കോബിനോട് പറഞ്ഞു നിന്റെ പേര് ഞാൻ മാറ്റുക, ഇനിമേൽ നിന്റെ പേര് ഇസ്രായേൽ. അബ്രഹാമിനോട് പറഞ്ഞു നിന്റെ പേര് ഞാൻ മാറ്റുക, നീ അബ്രഹാം. സാറായോട് പറഞ്ഞു നിന്റെ പേര് ഞാൻ മാറ്റും, സാറ. നോക്കിക്കേ, അതെല്ലാം നിഴല. ഇതിനകത്തിരിക്കുന്നവർക്കെല്ലാം സ്വർഗം പേരിടും. ക്രിസ്തീയ ജീവിതം വിജയിപ്പിക്കണോ വേണ്ട തീരുമാനിച്ചു. 6-ാമത്തെ കാര്യം, ലൂക്കോസിന്റെ സുവിശേഷം 22:28. ഈ ദുബൈയിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരെ, യാത്ര ചെയ്യുന്നവരെ, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരെ, താമസിക്കാൻ ഞെരുക്കം അനുഭവിക്കുന്നവരെ നിങ്ങൾക്ക് റിവാർഡ് തരാൻ പോകുന്ന 6-ാമത്തത് കേട്ടുകൊള്ളുക. വായിക്കാം. 22:28. നിങ്ങൾ ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ലൂക്കോസ് 21:28. നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ച് തന്നതുപോലെ 1000 വർഷം കർത്താവായ യേശു ഈ ലോകത്തിൽ രാജാവായിട്ട് ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ, വേറെ ഒരു ഗ്രഹത്തിലുമല്ല, ഈ ഭൂമിയിൽ
ഒരു ഗ്രഹത്തിലുമല്ല, സെയിം യൂണിവേഴ്സ്. ഈ ഭൂമിയിൽ 1000 വർഷം യേശു രാജാതിരാജാവായിട്ട് വരിക്കുമ്പോൾ നിങ്ങൾക്ക് നിയമിച്ചു തരും. നിങ്ങൾ ഇവിടെ എവിടെ കഷ്ടപ്പെടുന്നോ അവിടെ നിങ്ങൾ കഷ്ടപ്പെടാനല്ല, ഇവിടെ നിങ്ങൾ അധികാരികളായിരിക്കും. ഇവിടെ നിങ്ങൾ കർത്താവിനെ ഭരണത്തിന് സഹായിക്കാനല്ല. യേശു ദൈവമാ, ഹി ഡസന്റ് നീഡ് എനി ഹെൽപ്പ്. പക്ഷെ തമ്പുരാൻ നമുക്ക് തരുന്ന ഒരു അവകാശമാണ്. ഇവിടെ നിങ്ങൾ ഭരണകർത്താക്കളാകും, ഇവിടെ രാജാക്കന്മാരെ പോലെ ഇവിടെ സഞ്ചരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആറാമത്തത്, ഏഴാമത്തത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഏഴാമത്തെ ജയിക്കുന്നവന് കിട്ടുന്നതാണ് പ്രൈസ് ദി ലോർഡ് ഒറിജിനൽ അപ്രൂവല്. 3-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിച്ചേ. 3-ാം അധ്യായം 12-ാം വാക്യം, വെളിപ്പാട് 3:12. ജയിക്കുന്നവന് ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. അടുത്ത വാക്യം, എന്റെ ദൈവത്തിന്റെ നാമവും. കേട്ടോളം. ഇവിടെ ലോകമുണ്ടല്ലോ, അന്നത്തെ ലോകം തകർത്ത് തരിപ്പണമാക്കി ഒരുവൻ ഭരിച്ച് ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ഡെർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിൽ ചിപ്പ് വെച്ച് 100% നിയന്ത്രിക്കുന്നു. മൃഗത്തിന്റെ പ്രതിമയുള്ളവന്, മൃഗത്തിന്റെ പ്രതിമയുള്ള നമ്പറുള്ളവർക്കല്ലാതെ വാങ്ങുവാനും വിൽക്കുവാനും മേടിക്കുവാനും കൊടുക്കുവാനും സാധിക്കത്തില്ല എന്ന് പറയുന്ന ലോ വെളിപ്പാട് 13:16 വരുമ്പോൾ അന്ന് ജീവിക്കുന്നവരുടെ പേരാണ് നിർഭാഗ്യവാന്മാർ. 1/2 കിലോ ഷുഗർ മേടിക്കണമെങ്കിൽ കയ്യിലോട്ട് സ്കാനർ വെച്ച് നോക്കിയിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വരുന്ന 666 ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഡിനേ ചെയ്യുന്ന കാലം അല്ല. ബാങ്കിൽ പണം കിടപ്പുണ്ടെങ്കിൽ ഡ്രോ ചെയ്യാൻ ചെല്ലുമ്പോൾ പറയും ഷോ മീ യുവർ ഹാൻഡ്. നോക്കുമ്പോൾ സ്കാനർ വെച്ച് നോക്കിയിട്ട് അവന്റെ നമ്പർ ഇല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് പണം തരാത്ത കാലം. പ്ലെയിനെ കയറ്റുമ്പോൾ ആദ്യമേ ബോർഡിംഗ് പാസ് അല്ല, ഷോ മീ യുവർ ഹാൻഡ് ആൻഡ് ഫോർഹെഡ്. അവിടെ സ്കാനർ വെച്ചിട്ട് അവന്റെ നമ്പർ ഇല്ലെങ്കിൽ കയറ്റാത്ത ഒരു കാലം. അങ്ങനെ ഇവിടുത്തെ ലോകത്തായിട്ട് കൺട്രോൾ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ പകരം 3 മുദ്ര. ജയകരമായ ക്രിസ്തീയ ജീവിതം നയിച്ചവർക്ക് 3 മുദ്ര വായിക്കാം. ഒന്നുകൂടെ വായിച്ചേ, വെളിപ്പാട് 3:12. ജയിക്കുന്നവന് ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അടുത്തത്, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. അടുത്തത്, എന്റെ ദൈവത്തിന്റെ നാമവും. ദൈവത്തിന്റെ നാമം നമ്പർ 1. അടുത്തത്, എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും. നമ്മുടെ സ്ഥിരം വീട്, എന്റെ പുതിയ നാമം, നമ്മുടെ പെർമനന്റ് ഡ്വെല്ലിംഗ് പ്ലേസ്. സ്ഥിരം യുഗായുഗം കോടാകോടി വർഷം കലണ്ടറില്ലാത്ത ജീവിതം നയിക്കാൻ പോകുമ്പോൾ നമ്മളെ തമ്പുരാൻ ഇരുത്തുന്ന അതിസുന്ദരമായ നഗരം. ആ നഗരത്തിന്റെ പേരാണ് പ്രൈസ് ദി ലോർഡ് പുതിയ യെരുശലേം. അതിന്റെ എഞ്ചിനീയർ ആരാ? തോമസ് കുട്ടിയല്ല, യഹോവയായ ദൈവം ശില്പിയായി നിർമ്മിച്ചത് നഗരം. അതിന്റെ എഞ്ചിനീയർ യഹോവയായ ദൈവം. ഇപ്പൊ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുക, ഭയങ്കര തിരക്കാ. നമ്മുടെ വീടെല്ലാം പണിതേ ഏറ്റവും ഒടുവിലല്ലേ പെയിന്റിങ്. എന്നാ ധൃതിയിലല്ലേ പെയിന്റേഴ്സിനെ രാത്രി കൂടെ നിർത്തുന്ന കറക്റ്റ് ടൈമിന് വാമിങ് നടത്തണം അല്ലേ? ഇപ്പൊ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുക. ആരാ പെയിന്റർ? പെയിന്റർ ജോസല്ല, പെയിന്റർ യേശു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും. അത് നമ്മുടെ നെറ്റിയൽ അടിക്കും. അന്നത്തെ ഈ നെറ്റിയലല്ല, തേജസ്സിന്റെ നെറ്റിയൽ. ഒന്ന് ദൈവത്തിന്റെ നാമം, ഇത് യഹോവയ്ക്കുള്ളത്, യഹോവയ്ക്കുള്ളത്. 2 പുതിയ യെരുശലേമിന്റെ നാമം നമ്മൾ അടിക്കും. ഏറ്റവും മാർമികമായ ഒരു വിഷയം കേട്ടോണം. എന്റെ ദൈവത്തിന്റെ പക്കൽ നിറങ്ങുന്ന പുതിയ യെരുശലേമിന്റെ നാമം. ഇനിയൊന്ന് വായിച്ചു അടുത്തത്, സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും. അടുത്തത്, എന്റെ പുതിയ നാമവും, കർത്താവിന്റെ പുതിയ നാമം. ദൈവമക്കളെ, ഒരുവരുടെ തലച്ചോറിലും ബുദ്ധിയിലും കയറാത്തതാ. യേശു എന്ന് പറഞ്ഞാൽ എന്നാ അറിയാവോ? രക്ഷിതാവ്. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. പ്രൈസ് ദി ലോർഡ്. വചനം, യേശുവിന് പല പേര് പറയുന്നു. വചനം മാംസമായി, വചനം ജഡമായി, ഇതെല്ലാം പറയുന്നു. എന്നാൽ യേശു എന്ന് പറയുന്ന ആ ശക്തി നമുക്ക് വെളിപ്പെട്ടതാണ്. വചനം മാംസമായി. എന്നാൽ ഒരു പുതിയ നാമം ഉണ്ടത് ആർക്കും അറിയാൻ മേല. ഇന്ന് വരെ യേശുവിന്റെ യഥാർത്ഥ നാമം ഒരുത്തർക്കും വെളിപ്പെട്ടിട്ടില്ല. വായിച്ചേ, വെളിപ്പാട് 19:11 വായിച്ചേ. റെവലേഷൻ 19:11 ഒന്ന് വായിച്ചേ. വെളിപ്പാട് 19:11. ഓക്കെ, കർത്താവ് ഇങ്ങോട്ട് വരിക അർമഗദോൻ യുദ്ധത്തിന്. വായിച്ചാട്ടെ. അടുത്ത വാക്യം.
അടുത്തത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ അനേകൻ രാജമുടികൾ. അടുത്തത് എഴുതിയിട്ടുള്ള ഒരു നാമമുണ്ട്. അടുത്തൊന്ന് വായിച്ചേ. അത് അവനല്ലാതെ നോക്കിക്ക്, ആർക്കും അറിയാൻ മേല യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ രക്ഷകന്റെ യഥാർത്ഥ പേരെന്താന്ന്? യേശു ദൈവം തന്നെ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ തൃത്വത്തിന്റെ സെക്കൻഡ് പവറായ ആ കർത്താവിനെ രക്ഷകനായി നമ്മൾ ആരാധിക്കുന്നു, യേശുവിനെ. എന്നാൽ ഇന്ന് വരെ മാലാഖമാർക്ക് പോലും വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു പേരുണ്ട്. അതെന്റെയും നിങ്ങളുടെയും നെറ്റിയിൽ പ്രിന്റ് ചെയ്തു വെക്കും. എന്തിന്? ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവന്. ഇതാണ് ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും ആരംഭം. ജയിക്കുക എന്ന് പറയുന്നതിന് എല്ലാവരുടെയും ആഗ്രഹമാണ്. അത് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. സന്താന പുഷ്ടിയുള്ളവരായി പെറ്റുവരി ഭീമിയിൽ വല്ലജാതിയും ജീവിക്കാനല്ല പറഞ്ഞത്, ആണോ? വാഴാനാ. മനുഷ്യവർഗത്തോട് മാത്രമേ വാഴാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ ആരും വാഴുന്നുമില്ല. ലോകത്തിൽ ആരെങ്കിലും വാഴുന്നുണ്ടോ? മനുഷ്യനല്ലാതെ. അപ്പൊ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന നല്ല ലക്ഷണമാണ്. ജയിക്കുക. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്തിനാ? ജീവിക്കാൻ വന്നതല്ല. ഒന്ന് നാടൻ ഭാഷ പറഞ്ഞത് പച്ച പിടിക്കാൻ. നാട്ടിലും ആകരുത്. പ്രൈസ് ദി ലോർഡ്. ഇല്ലേ? പിന്നെ എന്തിനിവിടെ വന്നു? പ്രൈസ് ദി ലോർഡ്. ഈ പ്ലെയിനെ കയറി പാടുപെട്ടി ഈ മണൽക്കാട്ടിൽ വന്നതിന് കാരണം എ ബെറ്റർ ലൈഫ്. മനുഷ്യന്റെ അധ്വാനം മുഴുവൻ ബെറ്റർ ലൈഫിനാ, ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വന്നു. എന്നാൽ നോക്കിക്കേ, തിരിഞ്ഞാ വരുന്നതെല്ലാം പലപ്പോഴും തിന്മയ്ക്കാ വരുന്നത്. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിയാൽ ഇത്രേ ഒരു ടെക്നോളജിക്കൽ വേൾഡ് വന്നിട്ടില്ല. 6000 വർഷത്തെ മനുഷ്യന്റെ ചരിത്രത്തിൽ ഇതുപോലത്തെ ഒരു കാലം വന്നിട്ടില്ല. എത്ര മനോഹരമായ ഒരു ലോകമെന്ന് പുറമേ തോന്നും. 5.5 കോടി മൈൽ അകലെയുള്ള ചൊവ്വയിലെ സ്പർശിക്കാൻ മനുഷ്യൻ ഗ്ലൗസ് ഇട്ടുകൊണ്ടിരിക്കുക. ഈ സൗരയൂഥത്തിൽ സോളാർ സിസ്റ്റത്തിലെ 9 ഗ്രഹങ്ങളായിരുന്നു. ഇപ്പൊ 8 ഉള്ളത്. നമ്മൾ നിമിത്തം ഒരെണ്ണം അടി മാറ്റി. പ്ലൂട്ടോട് പറഞ്ഞു മാറി നിൽക്കാൻ പറഞ്ഞു. ദൈവമക്കളെ നിമിത്തം നമ്മളങ്ങോട്ട് പോകുമ്പോൾ തടസ്സം വരാതിരിക്കാനാ. 8 ഗ്രഹങ്ങൾ അത് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് തമ്മിൽ ഒന്നിലൊന്നും കൂട്ടിമുട്ടാതിരിക്കാൻ ഒരു കൺട്രോളറെ ദൈവം നിർത്തിയിട്ടുണ്ട്. സയൻസ് അത് കണ്ടുപിടിച്ചു. റേഡിയേഷൻ കയറത്തില്ല, ഇലക്ട്രിസിറ്റി കറണ്ട് കയറത്തില്ല. അതിൻ്റെ പേരാ ബ്ലാക്ക് മാറ്റർ, ഇരുണ്ട ദ്രവ്യം. അതിനെ തൊടാൻ സയൻസ് നോക്കുക. അത്ര പുരോഗമിച്ചു. അമേരിക്ക ന്യൂയോർക്ക് എന്നുണ്ട്. ഹലോ, മറുപടി കേൾക്കണം. എവിടെയാണ്? ബാംഗ്ലൂർ ഒരു പെങ്കൊച്ച്. സിസ്റ്റർ അല്ല, എവിടെ നിന്നാ ഓപ്പറേഷൻ? അത്രമേൽ മാറിയ ലോകം. പ്രൈസ് ദി ലോർഡ്. റാന്നിക്കപ്പുറത്തെ ഐത്തലയുടെ മേളിലുള്ള റബ്ബർ തോട്ടത്തിനകത്ത് വീട്ടിലെ ചാരികസാറെ കിടന്നുകൊണ്ട് അപ്പച്ചൻ ദുബൈയിലോ ഷാർജയിലോ ഉള്ള കൊച്ചുമക്കളെ ചാരികസാറെ കിടന്നുകൊണ്ട് കണ്ടോണ്ട് എന്നാടാ മോനെ നീ ക്ഷീണിച്ചു പോകുന്നത് പറഞ്ഞ കാണുന്ന കാലമല്ലേ? എന്നാടൊരു അപ്പച്ചൻ എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ ഞാൻ കൈപ്പിക്കൂടെ കണ്ടവൻ തടിച്ചിരിക്കുക. കാല കണ്ടോ? പ്രൈസ് ദി ലോർഡ്. കാല ഇനി വരാറുണ്ടോ? ഒരു ഗോളത്തിൽ ഒരു ഭൂമിയുടെ ഒരു കരുതുന്നുണ്ട്. മറുകരയിലിരിക്കുന്ന ആളിനെ മുമ്പിലിരിക്കുന്ന സ്ക്രീനെ കണ്ട് സംസാരിക്കുന്ന കാലം. കൊച്ചിയിലെ ഒരു ഹോസ്പിറ്റലിൽ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ഗർഭസ്ഥ ശിശുവിനെ ആ ഡോക്ടർ സ്കാൻ ചെയ്യുമ്പോൾ തത്സമയം ആ കൊച്ചിനെ, ആ ഗർഭസ്ഥ ശിശുവിനെ ദുബൈയിൽ കരാമയിൽ ഇരുന്നുകൊണ്ട് സ്വന്തം കമ്പ്യൂട്ടറിൽ കണ്ട് സന്തോഷിക്കുന്ന ഭർത്താവ്. ഇതിനപ്പുറം ഇനി ലോകം പുരോഗമിക്കാനുണ്ടോ? അത്ര ഡെവലപ്ഡ് വേൾഡ്. പക്ഷെ മറുവശം നോക്കിക്കേ, ആർക്കെങ്കിലും സമാധാനമുണ്ടോ? സ്വസ്ഥതയുണ്ടോ? തകർന്ന തരിപ്പണമായൊരു സിസ്റ്റമല്ലേ? കുടുംബങ്ങൾ തകർന്നില്ലേ? ദൈവമക്കളെ, നിങ്ങളും ഞാൻ എത്ര ഭാഗ്യമുള്ളവരാ. പ്രൈസ് ദി ലോർഡ്. കുടുംബജീവിതത്തിന് ദാഹിക്കുന്ന ലക്ഷങ്ങൾ, കോടികൾ. ഭാര്യാഭർത്തൃ ബന്ധം നഷ്ടപ്പെട്ട ലോകം. ലോകത്തിൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാപം നിയമമാക്കിയ രാജ്യങ്ങൾ. വേദപുസ്തകം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാപം, സോദോമ്യ പാപം നിയമമാക്കിയ ലോകരാജ്യങ്ങൾ. തകരാനുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആർക്ക് പ്രവർത്തിച്ചുകൂടാൻ മേലാത്ത രാത്രി വരുന്ന കർത്താവ് പറഞ്ഞതുപോലെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകം. പണത്തിനൊരു കുറവുമില്ല, പക്ഷെ സമാധാനമില്ല, സ്വസ്ഥതയില്ല. കിണർ വറ്റുന്നത് പോലെ സ്നേഹം വറ്റി വരേണ്ട ഒരു കാലം ഇല്ലേ? മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചിലത് ആത്മാർത്ഥത പോയി.
സിൻസിയാരിറ്റി എന്ന് പറയുന്നത് മാറി. അങ്ങനെ തകർന്നിരിക്കുന്ന ഒരു ലോകത്തെ അതിൻ്റെ കാരണം അതുകൂടെ പറയുമെങ്കിൽ നമ്മുടെ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നില്ലോ. ഇതെല്ലാം ഈ തലമുറ തീരാൻ പോവുക. ഇതെല്ലാം ഈ തലമുറയിൽ തീരുന്നൊരു കാലമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്തെ വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനുണ്ട്. ഒരുപാട് പണം സമ്പാദിക്കുന്നതാണോ ജയം? നല്ലൊരു വീട് നിർമ്മിക്കുന്നതാണോ ജയം? അതെല്ലാം ജീവിതത്തിൻ്റെ വെറും പണം സമ്പാദിക്കുന്നതും ഡിഗ്രി എടുക്കുന്നതെല്ലാം നല്ലതാ. അതെല്ലാം ജീവിതത്തിൻ്റെ ആവശ്യങ്ങളാ. പക്ഷെ അതൊന്നും അല്ല വിജയം. വിജയത്തിൻ്റെ ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം. ഒന്ന്, ജീവിതത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം. ഒന്ന്, ഈ തലമുറയിൽ നടക്കുന്ന ഉൽപ്രാവണത്തിൽ എനിക്ക് പങ്കുണ്ട്. ഈ തലമുറയിൽ കർത്താവ് വന്നാൽ ഞാൻ രൂപാന്തരപ്പെടും. എന്ത് ധൈര്യമുണ്ടോ സുഹൃത്തെ? ജീവിതം വിജയിച്ചു. അല്ല, ഇന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് വേർപെട്ടാൽ എനിക്ക് പർദീസയിൽ മൂന്നാം സ്വർഗത്തിൽ എൻട്രൻസ് ഉണ്ട് എന്ന് ധൈര്യമുണ്ടോ? ജീവിതം വിജയിച്ചു. അതാ ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞേ, ഫോർ ടു മീ ടു ലിവ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ ഈസ് എ ഗെയിൻ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ക്രിസ്തീയ ജീവിതം വിജയിക്കുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ഡെഫിനേഷൻ ഞാൻ പറഞ്ഞതാ. ഒന്ന്, കർത്താവിൻ്റെ ഈ തലം വരവിൽ ഞാൻ രൂപാന്തരപ്പെടും. അതിന് തടസ്സമായി എന്നിൽ ഒന്നുമില്ല. രണ്ട്, എൻ്റെ ശരീരത്തിൽ നിന്നും ഏതെങ്കിലും വിധത്തിൽ രോഗം നിമിത്തമോ ആക്സിഡന്റ് നിമിത്തമോ മറ്റു വിധത്തിലോ ആത്മാവ് പോയാൽ എനിക്കൊരു പേടിയുമില്ല. ഈ ശരീരം എവിടെ കിടക്കും? എൻ്റെ ആത്മാവ് സെക്യൂർ ക്രിസ്തുവിനോട് കൂടി ആയിരിക്കും. ഇതാണ് ജീവിതത്തിൻ്റെ വിജയം. ഇനി അതിന് 3 ഡിമെൻഷൻ ഉണ്ട്. ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് 3 ഡിമെൻഷൻ, 3 പ്രതിഫലനങ്ങൾ. ഒന്ന്, സമാധാനമുള്ള ഒരു കുടുംബ ജീവിതം. ഒരുപിടി ധനമല്ല, വലിയ പേരല്ല, അതൊക്കെ നല്ലതാ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം എ പീസ്ഫുൾ ഫാമിലി ലൈഫ്. ദൈവം തമ്പുരാൻ വെച്ച സിസ്റ്റം. അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇവരെല്ലാം തമ്മിലുള്ള സന്തോഷകരമായ ഒരു ജീവിതം. അതില്ലാതെ ഒരു വലിയ വീട് താമസിക്കുന്ന ഞാൻ അനേക വർഷം മുമ്പ് ഒരു രാജ്യത്ത് ചെന്നു. ഞാൻ സ്ഥലം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ രാജ്യത്ത് ചെല്ലും മുന്നേ എന്നെ അറിയിച്ചു, ഞങ്ങളുടെ വീട്ടിൽ ഒരാഴ്ച ആദ്യം താമസിച്ചിട്ട് വേറെ എവിടെയും പോകാവുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ ചെന്നു. നല്ലൊരു വീട്, ഇന്നൊന്നുമല്ല, 10-28 വർഷം മുമ്പാ. 3-4 റൂമെല്ലാം ഉള്ള വേറൊരു രാജ്യമാണ്. എവിടെ ആയിക്കോട്ടെ, നല്ലൊരു വീട്. ചെന്നു, വളരെ കാര്യമായിട്ട് എന്നെ സ്വീകരിച്ചിരുത്തി. വൈകുന്ന പിറ്റേ ദിവസം എനിക്ക് സംഗതി പിടികിട്ടിയത്, ആ വീട്ടിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കത്തില്ല. എന്നോടെല്ലാവരും സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കത്തില്ല. അവിടുത്തെ അച്ചായനും അമ്മച്ചിയും തമ്മിലുള്ള സംസാരം എങ്ങനെയാണെന്നറിയാവോ? അച്ചായൻ എഴുതി വെക്കും, ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും വെള്ളം തിളപ്പിച്ച ഏതോ ഒരു ഓയിലുണ്ട്, അതുകൊണ്ട് ഒഴിച്ചിട്ടേക്കണമെന്ന് എഴുതി ഒരു ഓർലിക്സ് ടിന്നുണ്ട്, അതിനടിയിൽ വെച്ച് ടിന്നെടുത്ത് വെളി വെക്കും. അച്ചായൻ പോയി കഴിയുമ്പോൾ അമ്മച്ചി നോക്കും എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഉണ്ടോ നോക്കി. ഇതാ പുള്ളിക്കാരത്തി. ഇനിയും പിറ്റേ ദിവസം രാവിലെ അച്ചായൻ ഇതുപോലെ സൂട്ട് നോക്കിയിട്ട് പോകാൻ നടക്കുമ്പോൾ ഹോസ്റ്റലിലേക്ക് പൊക്കുമ്പോൾ അമ്മച്ചി എഴുതി വെച്ചിട്ടുണ്ട്, സവാള ഇല്ല, ഉരുളക്കിഴങ്ങില്ല, പോരുമ്പം അതും മേടിച്ചോണ്ടേ പോരാവുള്ളൂ. അപ്പോൾ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു ഹോർലിക്സിന് അടിയിൽ കൂടെ. രണ്ടാം പക്കം ഞാൻ എഴുതി വെച്ചു, നാളെ ഞാൻ ഇവിടെ നിന്നും പോകുന്നതായിരിക്കും എന്ന്. അതിൻ്റെ മേളിലോട്ട് ഞാൻ വെച്ചു. നോക്കിക്കേ, 2 ആമക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. ഈ 10-30 വർഷം മുമ്പാ മലയാളികളാ, നല്ല ഒന്നാന്തരം പേര് കേട്ട മലയാളി കുടുംബത്തിൽപ്പെട്ടവരാ. പക്ഷേ പണത്തിനൊരു കുറവുമില്ല, ജോലിക്കൊരു കുറവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടത്തില്ല. ഇതല്ല ജയകരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ പ്രതിഫലനം. ഫസ്റ്റ് ഡിമെൻഷൻ, എ പീസ്ഫുൾ ക്രിസ്ത്യൻ ലൈഫ്. സാവകാശത്തിന് ചിന്തിച്ച ദൈവമക്കളെ, നമ്മളെല്ലാം ഏതാണ്ട് ഒരേ കൾച്ചറുള്ളവരല്ലേ? വലിയ വിലയുള്ള ഭക്ഷണവും കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ കീരിമ്പം പോലെ നിൽക്കുന്നതിനേക്കാൾ പച്ച മലയാളത്തിൽ കഞ്ഞിയും ചെറുപയറും പപ്പടവും ആണെങ്കിൽ അങ്ങോട്ടൊരു മേശയ്ക്ക് ചുറ്റിരുന്ന് കഴിച്ചാൽ അതൊരു സുഖമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. ആ ഭർത്താവിൻ്റെ ആ ഡ്രസ്സ് ശകലം മുഷിഞ്ഞപ്പോൾ, ഇത് കല്യാണ ശുശ്രൂഷയൊന്നുമല്ല, ഞാൻ പറയുന്നതേ ഉള്ളൂ, ഭാര്യ ഒന്ന് കഴുകിയിട്ടുണ്ട്, വല്ല നഷ്ടമുണ്ടോ? ഇനി ഭാര്യയുടെ ഒരു ഉടുപ്പ് ആ സഹോദരിക്ക് സുഖമില്ലേ, ഭർത്താവ് കഴിക്കുക, ഒരു മാന്യതയും പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്തോത്രം. സന്തോഷമുള്ളൊരു കുടുംബജീവിതം. 2, പരിമളം പരത്തുന്ന ആത്മീയ ജീവിതം.
3 ഡിമെൻഷനാ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്. ഒന്ന്, സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യണം. വിടിരിക്കുന്ന സഹോദരന്മാർ, നിങ്ങൾ ബാച്ചിലേഴ്സ് ആയിരിക്കും, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ ഫോൺ ശബ്ദം കേൾക്കുമ്പോൾ സന്തോഷിക്കണം. ഇവിടുത്തെ നമ്പർ കാണുമ്പോൾ ആ പുള്ളിക്കാരത്തിന് അകം വെട്ടരുത്. 00971 ബാക്കി കാണുമ്പം ആ പെങ്കൊച്ചിനി എന്നാ കോടാലിയാണോ എന്ന് ചിന്തിക്കരുത്. അത് കാണുമ്പോൾ ആ കൊച്ചിന്റെ ഉള്ളിലൊരു സന്തോഷം വരണം, അതിന് തലവേദനയുണ്ടെ മാറണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഭാര്യമാരെ, ഭർത്താക്കന്മാർക്ക് ടെൻഷൻ ഉണ്ടോ, നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ മാറണം. അതാ സമാധാനമുള്ള ജീവിതം. ക്രിസ്തീയ ജീവിതം നമ്മൾ വിജയിപ്പിക്കണം. ഇതിന് ഒത്തിരി ഒബ്സ്ട്രക്ഷൻ ഒക്കെ ഉണ്ട്, നമ്മൾ ചിന്തിക്കാൻ പോകുക. അതിൽ നമ്മൾ 2 പരിമളം പരത്തുന്ന ക്രിസ്തീയ ജീവിതം, സ്പിരിച്വൽ ലൈഫ്, എ പെർഫ്യൂം ഫുൾ സ്പിരിച്വൽ ലൈഫ്. പരിമളം പരത്തണം. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ ക്രിസ്തീയ ജീവിതം മറ്റുള്ളവർക്കൊരു സൗരഭ്യമാകണം. പ്രൈസ് ദി ലോർഡ്. വി ആർ ദ അരോമ ഓഫ് ക്രൈസ്റ്റ് ടു ദം ഹു ഹാവ് ബീൻ സേവ്ഡ് ആൻഡ് ഹു ആർ പെരിഷിംഗ്. രക്ഷിക്കപ്പെടുന്നവരുടെയും നശിക്കുന്നവരുടെയും നടുവിൽ ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. നോക്കിക്കേ, എത്ര നല്ല വാക്കാ. ഏറ്റവും അറിയാവുന്ന ആരാ? ഗൾഫുകാർക്കാ. ഇവിടുന്ന് നാട്ടിൽ പോകാൻ ഷോപ്പിംഗ് ആദ്യം മേടിക്കുന്ന കുപ്പിയില്ലേ, ചിന്തിച്ചേ. അത് ഇവിടുത്തെ എല്ലാം പകുതി കളിപ്പീരാ. അന്നേരത്തെ മണേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇറങ്ങി കഴിയുമ്പോൾ മണം പോലും ഇല്ല. എങ്കിലും അത് പെർഫ്യൂം ആയിരിക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയിപ്പിച്ച അർത്ഥം രക്ഷിക്കപ്പെടുന്നവരുടെയും നശിക്കുന്നവരുടെയും നടുവിൽ നമ്മൾ ആരായിരിക്കണം? ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന. ഏത് ജോലി ആയിക്കോളട്ടെ. 3, ബന്ധനമില്ലാത്ത ലോകബന്ധം. ക്രിസ്തീയ ജീവിതം വിജയിക്കുന്നതിൻ്റെ 3 പ്രതിഫലനം ഞാൻ പറഞ്ഞു വരിക. 1, സമാധാനമുള്ള കുടുംബജീവിതം. 2, പരിമളം പരത്തുന്ന ആത്മീയ ജീവിതം. 3, ബന്ധനമില്ലാത്ത ലോകബന്ധം. ഈ ലോകത്തിൽ ഒളിച്ചോടാനല്ല. ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് സപ്പോസ് ടു ബി അവേ ഫ്രം ദ പ്രോബ്ലം. നോ, നോട്ട് എസ്കേപ്പിസം. നമ്മൾ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ളവരാ. പ്രശ്നങ്ങളില്ലാത്തവരാരും ഇല്ല. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ പുള്ളി അപകടകാരിയാണ്. വേദപുസ്തകം പഠിച്ചു നോക്കിക്കേ. ജീവിതത്തിൽ ജനിച്ചപ്പോൾ മുതൽ മരിക്കുന്നിടം വരെ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒറ്റയാളേ ഉള്ളൂ. അവൻ ഗുണപ്പെട്ടിട്ടുമില്ല. നമ്മുടെ കർത്താവ് യഹോവയായ ദൈവം മനുഷ്യനായി അവതരിച്ച യേശുവിന് പ്രശ്നം. പിന്നെ നമ്മുടെ കാര്യം പറയണോ? നിങ്ങൾക്ക് പല പ്രശ്നമില്ലേ? സാമ്പത്തിക പ്രശ്നം, ജോലിയിലുള്ള പ്രശ്നം, വിസ പ്രോബ്ലം, ഇതെല്ലാം കിടപ്പില്ലേ? എൻ്റെ കർത്താവിന് അതിനേക്കാൾ വലിയ പ്രശ്നമായിരുന്നു. നിങ്ങളുടെ ഒന്നുമില്ല, ചെറിയൊരു വിസ പ്രോബ്ലമാണ്. അത് അവൻ തിരിച്ചൊരടി അടിക്കാൻ പ്രാർത്ഥിച്ച് അവനെ കൊണ്ട് തമ്പുരാൻ അടിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ചിലപ്പോൾ ജോലിയുടെ ആയിരിക്കും. ഇത് പോയാൽ കർത്താവ് പറയാം, അവന് കൊടുക്കാൻ പറഞ്ഞാൽ കർത്താവ് പറഞ്ഞാൽ തരും. പ്രൈസ് ദി ലോർഡ്. രോഗമായിരിക്കും, കർത്താവ് മാറ്റും. എന്നാൽ അതിനേക്കാൾ വലിയ പ്രശ്നമായിരുന്നു കർത്താവിന്. അഖിലാണ്ടത്തെ ഒറ്റ വാക്കി സൃഷ്ടിച്ചവൻ ശരീരം എടുത്തിട്ട് ടാക്സ് കൊടുക്കാൻ കാശില്ല. ഇതിപ്പോ ഒരു പ്രശ്നമുണ്ടോ? തോമസ് മാമനാണ് കടം ചോദിക്കാൻ ജോർജ് ഭാഷ 100 ദിനാർ തരാൻ. ജോസ് ഭാഷേ $100 താ, പിന്നെ തരാന്ന് പറയാം. ചോദിച്ചാൽ അവർ തരും. യേശുവിന് കടം ചോദിക്കാനൊക്കെ ഇത് പിശാചിനറിയാം. നോക്കിക്കേ, സകലത്തെ ഒറ്റ വാക്കിൽ നിർമ്മിച്ച സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെ രക്ഷിക്കുവാൻ മനുഷ്യനായി അവതരിച്ചപ്പോൾ ട്രിബ്യൂട്ട് ടാക്സ് കൊടുക്കാൻ റോമൻ ചക്രവർത്തിയുടെ ആളുകൾ വന്ന് കാശ് പിരിക്കാൻ വന്നപ്പോൾ യേശുവിൻ്റെ കാശില്ല. പക്ഷെ കർത്താവ് അവിടെ പരാജയപ്പെട്ടില്ല. ഒരു മനുഷ്യനോടും ചോദിച്ചില്ല. താൻ സൃഷ്ടിച്ച ഒരു മീനിനെ അവിടെ ഒതുക്കി അതിൻ്റെ വായിൽ വെച്ചു കൊടുത്തെങ്കിൽ പ്രശ്നമില്ലാത്തവരാരുമില്ല. പ്രശ്നമല്ല നമ്മുടെ ജീവിതത്തിന്റെ വിഷയം. പ്രശ്നമില്ലാത്ത ഒരാളുണ്ടായിരുന്നു കേട്ടോ. വേദോസം ഒന്ന് പഠിച്ചു നോക്കിയാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ച് നല്ല പണം, നല്ല ആരോഗ്യം, നല്ല മക്കള്, നല്ല ഭാര്യയല്ല ഭാര്യമാരൊരു ഒരു സംഘം. 700 + 300 അതിൽ കൂടുതൽ വേണോ? ഭയങ്കര വീട്, ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും എല്ലാം കൊണ്ടുവന്ന് ഇന്ത്യ ആനക്കൊമ്പ് വരെ കൊണ്ടുപോയി അലങ്കരിച്ച വീട്, തെക്കേ അറ്റത്തെ രാജ്യം വരെ ഓടി വന്ന് കാണാൻ. അറിവോ? അദ്ദേഹത്തിന്റെ വാക്കുകൾ കോട്ട് ചെയ്ത് ജോസ് ഭാഷനും പ്രസംഗിക്കും, ജോർജ് ഭാഷനും പ്രസംഗിക്കും, തോമസ് മാമനും പ്രസംഗിക്കും. പുള്ളി പറഞ്ഞതല്ല കോട്ട് ചെയ്ത്. പുള്ളിയുടെ എത്ര നല്ല വാക്കാ. എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുള്ളവൻ, 10,000 അതിസുന്ദരൻ
ഇതിൽ കൂടിയ വാക്കുകളെല്ലാം വേണോ? പ്രൈസ് ദി ലോർഡ്. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറയിലിരിക്കുന്ന പ്രാവേ, ആരാ? സഭയെക്കുറിച്ചാ. ക്രിസ്തുവാകുന്ന പാറ, സഭയാകുന്ന പിളർപ്പ്, അതിനകത്തിരിക്കുന്ന പ്രാവാരാ? ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനും. ഇതിൽ കൂടി പറയേണ്ട ഒരാളുണ്ടോ? പേരെന്നാ? ശലോമോൻ. പക്ഷേ ഒരു ദുഃഖസത്യം പറയാം, സ്വർഗത്തിലെ പട്ടികയ്ക്കകത്ത് ഒരു വേശ്യ വരെ കയറി പറ്റി. ഈ പുള്ളി ഇല്ല. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, നടന്നാണോ എന്ന് എനിക്കറിയാമല്ലോ. എന്നോടൊരു ദേവദാസൻ പറഞ്ഞതാ. പണ്ടങ്ങാണ്ടി സിമെന്റിന് ഒത്തിരി വിലയുള്ള കാലം. അന്ന് സിമെന്റിന് ഭയങ്കര ഷോർട്ടേജും വിലയുക. അന്നൊരു മത്തായി 500 രൂപയ്ക്ക് സിമെന്റ് ഡൊണേറ്റ് ചെയ്ത് കോഴഞ്ചേരിക്ക് അപ്പുറത്തെങ്ങാണ്ട് ഒരു പള്ളി പണിത് കൊടുത്തു. പിന്നെ പുള്ളിയെ എല്ലാവരും അറിയുന്നത് 500 രൂപയ്ക്ക് സിമെന്റ് കൊണ്ട് പള്ളി പണിത മത്തായി എന്ന്. പുള്ളിക്ക് അങ്ങ് വലിയ സന്തോഷമായി, പുള്ളി സംതൃപ്തനായി. ആ സന്തോഷത്തിൽ പുള്ളി കിടന്നുറങ്ങി. ഉറങ്ങിയപ്പോൾ രാത്രി പുള്ളിക്ക് ഒരു സ്വപ്നം. പുള്ളി സ്വർഗത്തിൽ ചെന്നു, മരിച്ച് സ്വർഗത്തിൽ ചെന്നു. അപ്പോൾ മാലാഖമാരെല്ലാം പുള്ളിയെ ഇങ്ങനെ സ്വീകരിക്കുക. ചെറിയ പുള്ളിയാണോ? പ്രൈസ് ദി ലോർഡ്. സ്വീകരിച്ച് അങ്ങോട്ടിരുത്തി. അപ്പോൾ പറഞ്ഞു, എനിക്ക് കർത്താവിനെ കാണണം. പറഞ്ഞാൽ മാലാഖമാർ നേരെ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങ് ദൂരെ കർത്താവ് ഇരിക്കുക തേജസ്സിൽ. മത്തായി ഇങ്ങനെ അങ്ങോട്ട് പോവുക. പോയപ്പോൾ ഏതാണ്ട് തട്ടി നോക്കിയപ്പോൾ ഒരു കിളവൻ കുറുകെ കിടക്കുന്നു. പുള്ളിക്ക് ദേഷ്യം വന്നു. മത്തായി, ആരാടാ ഈ കുറുകെ കിടക്കുന്നത്? താഴെ കിടക്കുന്ന പുള്ളി ചോദിച്ചു, നീ ആരാടാ എന്നോട് ചോദ്യം ചെയ്യാൻ? അപ്പം നിനക്കെന്നെ അറിയാൻ മേലെ? ഇല്ല, ഞാൻ ആ കോഴഞ്ചേരിക്കടുത്ത് 500 രൂപയ്ക്ക് സിമെന്റ് കൊണ്ട് പള്ളി വേണ്ടുന്ന മത്തായി. അപ്പോൾ താഴെ കിടന്ന കിളവൻ പറഞ്ഞെന്നാ പറഞ്ഞത്, ഓ നീ ആ കോഴഞ്ചേരിയിൽ 500 രൂപയ്ക്ക് സിമെന്റ് കൊണ്ട് പള്ളി വേണ്ടുന്ന മത്തായി. എടാ ഞാൻ ആരാന്നറിയാവോടാ? ഒറിജിനൽ യെരുശലേം ദേവാലയം പണിതവനാ. എനിക്കിവിടം വരെ വരാൻ ഒത്തുള്ളത്. നടന്നോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ എത്ര എന്താ ചിന്തിച്ചു നോക്കിക്കേ. അപ്പോൾ ശലോമോൻ അവിടെ ജീവിതത്തിൽ കഷ്ടപ്പാടല്ല പ്രശ്നം. കഷ്ടപ്പാടല്ലാത്ത ബൈബിളിൽ ഈ ഒരു വ്യക്തിയേ ഉള്ളൂ. യേശുവിന് വരെ കഷ്ടപ്പാട്. എന്നാൽ കഷ്ടപ്പാടിനെ അതിജീവിക്കുന്ന ക്രിസ്തീയ ജീവിതം. പ്രശ്നങ്ങളിലും ഭാരങ്ങളിലും യേശുവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കണം. ലോകത്തിൽ നമുക്ക് ഒബ്സ്ട്രക്ഷൻ വരാൻ പോകും. അതിനെക്കുറിച്ച് ഞാൻ ഇന്നും കൂടി ചിന്തിക്കുമ്പോൾ സമയം പിന്നീട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. എന്താണ് ഈ തടസ്സങ്ങളെന്ന് പറയാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ലോകത്തിൽ നിങ്ങളുടെ പ്രോബ്ലത്തെ നിങ്ങൾ കാണരുതേ. പ്രശ്നമല്ല കാണേണ്ടതേ, പ്രശ്നം തീർക്കുന്ന കർത്താവിനെ കാണണം. എന്നാലേ ജീവിതം വിജയിക്കത്തുള്ളൂ. പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങൾ വരും. നമുക്ക് റിയാലിറ്റി എന്ന് പറയുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മളുമായിട്ട് പൊരുത്തപ്പെടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രശ്നം വരും. ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ കപ്പാസിറ്റിക്ക് പുറത്തായേക്കാം. ഇല്ലേ? നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ നിങ്ങളുടെ മുമ്പിൽ ചെലവ് വരും. അപ്രതീക്ഷിതമായി നമ്മുടെ വീട്ടിൽ പലർക്ക് രോഗം വന്നേക്കാം. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. എന്താണ് നമ്മുടെ ഒബ്സ്ട്രക്ഷൻസ് ഞാൻ പറയാൻ പോവുക. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ ഈ ശത്രുവാകുന്ന സാത്താനാണ് ഇതിൻ്റെ എല്ലാം കാരണം പുറകിൽ നിന്നുകൊണ്ട് നമ്മളെ തകർക്കുന്നത്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, നമുക്ക് നോക്കാം നമുക്ക് എന്തെല്ലാമാണ്, ഏത് വിധത്തിലാണ് ഈ ഒബ്സ്ട്രക്ഷൻ വരുന്നത്. ക്രിസ്തീയ ജീവിതം വിജയിപ്പിക്കണമെങ്കിൽ വരുന്ന തടസ്സം എന്നതാണെന്ന് ആദ്യം അറിയണം. ആ തടസ്സം നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം. ഒന്ന് യോഹന്നാൻ 5:19 ഒന്ന് വായിച്ചേ. നമ്മൾ എവിടെയാ നിൽക്കുന്ന വായിച്ചേ. 1 യോഹന്നാൻ 5:19. യോഹന്നാന്റെ 1-ാം ലേഖനം 5:19. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. അടുത്തത്, സർവ്വലോകവും ദുഷ്ടന്റെ അധീനത്തിൽ കിടക്കുന്നു. അപ്പോൾ ദുബായ് മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ഹോൾ വേൾഡ് ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. നോക്കിക്കേ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യം. നമ്മുടെ വിഷയം വിജയകരമായ ജീവിതമല്ല, വിജയകരമായ ക്രിസ്തീയ ജീവിതമാണ്. ജീവിതത്തെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. അടുത്തത്, എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്ത് നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ അധൈര്യപ്പെടരുത്. നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരുന്നു. വിജയകരമായ ജീവിതത്തെക്കുറിച്ച് ഞങ്ങളിവിടെ പ്രസംഗിക്കുന്നില്ല, നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ അതിനറിയാവോ, ലോകത്തിലെ വിജയകരമായ ജീവിതം എവിടെ ചെന്ന് നിൽക്കും? വിജയിക്കാം. ലോകത്തിൽ വലിയ ഭരണകർത്താവാകാം, വലിയ കോടീശ്വരനാകാം. ലോകത്തിൽ ക്രിസ്തീയ ജീവിതമല്ല ഞാൻ പറയുന്നത്, ലോകപ്രകാരം വലിയ ശാസ്ത്രജ്ഞനാകാം, വലിയ ഡിഗ്രികൾ സമ്പാദിക്കാം.
വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാം. ഈ നേട്ടങ്ങൾ എവിടെ ചെന്ന് നിൽക്കും? ലോകത്തിലെ സകല നേട്ടങ്ങളും എല്ലാവർക്കും അറിയാം 6 അടി മണ്ണിൽ തീരും. അതിനപ്പുറം വരുന്ന ഒരു നേട്ടവുമില്ല. ഒരു പണം പോലും അതിനപ്പുറം വരികയില്ല. ഒരു സ്ഥാനം അതിന്റെ അപ്പുറത്ത് വരികയില്ല. ഒരു ഡിഗ്രി അപ്പുറത്ത് വരത്തില്ല. അപ്പൊ ലോകത്തിലെ നേട്ടങ്ങളുടെ എല്ലാം ടെർമിനേഷൻ ശവക്കുഴിയില്ല. അത് ജീവിതം. എന്നാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ശവക്കുഴി കഴിയുമ്പോഴേ ശരിക്കും ആരംഭിക്കത്തുള്ളൂ. നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്താണ് ഈ ലോകത്തിൽ നമുക്ക് സന്തോഷം? അതാ ജയകരമായ ക്രിസ്തീയ ജീവിതം. 1 സമാധാനമുള്ള കുടുംബജീവിതം, 2 പരിമളം വരുത്തുന്ന ആത്മീയ ജീവിതം, 3 ബന്ധനമില്ലാത്ത ലോകബന്ധം, ടൈഡിങ്സ് ഇല്ലാത്ത ബന്ധം. അതിനകത്ത് വരുന്ന ഒബ്ജക്ഷൻ സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ. കർത്താവ് പറയുന്നു ലോകം നിങ്ങളെ പകയ്ക്കും. ഏതാ ലോകം? ലോകം നിങ്ങളെ പകയ്ക്കും. ദുബൈയാണോ ലോകം? അല്ല. ആദിയിൽ ദൈവം ലോകം സൃഷ്ടിച്ചെന്നല്ല. കുട്ടികൾക്ക് വരെ അറിയാവുന്നൊരു വാക്കാ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും, ലോകവും എന്നല്ല അവിടെ എഴുതിയത്, ഭൂമിയും സൃഷ്ടിച്ചു. കേട്ടോണം, ഭൂമി ലോകമാകുന്നത് കണ്ടോണം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിട്ട് ഇന്നത്തെ ചോര തെറിക്കുന്ന ഇറാഖിൽ ടൈഗ്രീസ് നദിയുടെ തീരത്തെ നല്ല മനോഹരമായ ഒരു സമതലത്തിൽ തമ്പുരാൻ ഒരു തോട്ടം നട്ടുണ്ടാക്കി. ആ തോട്ടത്തിൻ്റെ പേരാണ് ഏദൻ. എന്നിട്ട് അവിടെ അല്ല ആദാമിനെ അവയെ സൃഷ്ടിച്ചത്, താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കിയെന്ന. അപ്പം ഏദന് പുറത്താ, കിഴക്കേദനിലൊരു തോട്ടം ഉണ്ടാക്കിയെന്ന. അപ്പം മനുഷ്യനെ സൃഷ്ടിച്ചത് ഇറാഖിലെ ഏദനിലല്ല, അതിൻ്റെ പടിഞ്ഞാറാണ്. അതാ സയൻസ് പറയുന്നത് എത്യോപ്യയിലാണെന്ന് അവർ കണ്ടുപിടിച്ചു. എങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഈ മനുഷ്യനെ അവിടെ കൊണ്ടാക്കി. ആദ്യത്തെ മനുഷ്യനെ കുറിച്ച് നരവംശ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, നമ്മുടെ വല്യമ്മച്ചിയുടെ നിറം കേൾക്കണോ, കരിക്കലത്തേക്കാ കറുപ്പായിരുന്നു, കട്ടിക്കറുപ്പായിരുന്നു ആദ്യത്തെ അമ്മച്ചി. പിന്നെ എങ്ങനെ ഈ നിറം മാറി? ദൈവം പറഞ്ഞ് ഭൂമി നിറയാൻ ഒരു ടെൻഡൻസി യാത്ര ചെയ്യാൻ. അതാ നിങ്ങൾ ഇവിടെ വന്നത്. അങ്ങനെ ഒരു കൂട്ടരങ്ങ് നോർത്തേൺ റീജിയനിലോട്ട് പോയി. പതിറ്റാണ്ടുകളല്ല, നൂറ്റാണ്ടുകൾ അന്നത്തെ കാലത്ത് സൂര്യനെ കാണാതെ ജീവിച്ചു. തൊലി വെളുത്തു, കണ്ണ് ചെമ്പിച്ചു, തലമുടിയും ചെമ്പിച്ചു. അവനെ നമ്മുടെ സായിപ്പെന്ന് വിളിക്കുന്നത്. ഒരു കൂട്ടരങ്ങ് കിഴക്കോട്ട് പോയി, അങ്ങേ അറ്റം വരെ പോയി. വൈറ്റമിൻ, പ്രത്യേക വൈറ്റമിൻ കെ എല്ലാം അടിച്ചു, ഉദയസൂര്യൻ അടിച്ചു, മൂക്ക് പകർന്നി മഞ്ഞ നിറം കിട്ടി. ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലോട്ട് വന്നു. നമ്മുടെ പിതാക്കന്മാരെ വെളുപ്പമല്ല കറുപ്പമല്ല ചുവപ്പുമല്ല നമ്മള്. ഒരു കൂട്ടർ ഇന്നും അതേ ആഫ്രിക്കയിൽ തന്നെ കട്ടിക്കറപ്പ്. പ്രൈസലോട്ട്. എങ്ങനെയല്ല ആയാലും ദൈവം തമ്പുരാൻ കൊണ്ടത് താമസിപ്പിച്ചു. അത് ഭൂമി, അത് ലോകമായത് കേട്ടോണേ. മറ്റേ പുള്ളി ഇങ്ങോട്ട് കയറി. മറ്റേ പുള്ളി എന്ന് പറഞ്ഞാൽ ആരാ അറിയാമല്ലോ? സാത്താൻ. ആദ്യം പാപം ചെയ്തതാരാ? ഹൗവ. എൻ്റെ ഭാഷ പറഞ്ഞ പാപത്തിന് വഴി വെച്ചത് അപ്പച്ചൻ, ചെയ്തത് അമ്മച്ചി. അപ്പച്ചനൊരു ജോലി കൊടുത്ത് തോട്ടം കാക്കണം. അതിൻ്റെ അർത്ഥം ഒരു ശത്രു വെളിയിലുണ്ട്. പുള്ളി അതത്ര ഗൗരവപ്പെട്ടില്ല. ആ ആള് കയറി നോക്കി, എനിക്ക് പറ്റിയ സാധനം എവിടെ ഉണ്ടാകും. ഇപ്പം ആൻറ്റിക്രൈസ്റ്റ് വരാൻ പോകുന്നത് അങ്ങനെ കയറി, പിശാച് ഇങ്ങോട്ട് കയറി, എനിക്ക് പറ്റിയ ഏതുണ്ട് നോക്കിയപ്പോൾ ഒരെണ്ണം ഉണ്ട്. ഏതാ? പറക്കുകയും ചെയ്യും എഴയുകയും ചെയ്യും. അതിൻ്റെ പേരാ പാമ്പ്. അന്നത്തെ കാലത്ത് പറക്കുകയും ചെയ്യും എഴയുകയും ചെയ്യും. ആള് കൗശലവൻ. അപ്പം അന്നും ഈ കുരുട്ട് ബുദ്ധി ഉണ്ട്. കയറി നോക്കി കാണും, ഭൂമി ലോകമാകാൻ പോവുക. ഇവർ തമ്മിലൊരു സംഭാഷണം. തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഒരു ചോദ്യമാണ്. അവിടെയെ പറഞ്ഞു കൊടുക്കണ്ടേ, വേറെ പണി നോക്കാൻ പറയണ്ടേ? വാസ്തവമായി. അപ്പൊ അവാസ്തവം ദൈവത്തിനുണ്ടോ? ഇവർ തേജസ്സില, അത്ര ചിന്തിച്ചില്ല. അമ്മച്ചിയായ യാഥാർത്ഥ്യത്തിൽ പറഞ്ഞു, 1 ഡിഗ്രി കൂട്ടിയടിച്ചത് തിന്നുകയും ചെയ്യരുത്. കർത്താവ് തൊടരുതെന്നും പറഞ്ഞില്ല, തിന്നരുതെന്നേ പറഞ്ഞുള്ളൂ. പുള്ളിക്കാരത്തി കവർ ചെയ്ത് പറഞ്ഞു തൊടാൻ പോലും പാടില്ലെന്ന്. അച്ചായനോടൊന്ന് ചോദിച്ചു പോലുമില്ല. ഉടനെ ഒരു അടി അടിച്ചു. ഒരിക്കലും നിങ്ങൾ മരിക്കത്തില്ല, നിശ്ചയം നിങ്ങൾ ദൈവത്തെ പോലാകും. അടുത്തത് ഉൽപ്പത്തി 3:6 വായിച്ചേ. ഭൂമി ലോകമാകാൻ പോകുന്നത് കേട്ടോണം. വെളിപ്പാട് ഉൽപ്പത്തി 3:6. ഉൽപ്പത്തി 3:6. ആ, തിന്മാൻ നല്ലതും. ഒന്നുകൂടെ. ആ വൃക്ഷഫലം തിന്മാൻ നല്ലത്, താൻമാൻ ഭംഗിയുള്ളത്
ഈ 3 കാര്യം കണ്ടു. ഭൂമി ലോകമാകാൻ പോവുക. പറിച്ചു തിന്നു, തേജസ് പോയി. 114 സങ്കീർത്തനം 15 വാക്യം പറയുന്ന ദൈവം സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ലോകം നൽകിയെന്നല്ല ഭൂമി നൽകിയെന്ന. എന്തു പറഞ്ഞെന്നാൽ അതിൻ്റെ അർത്ഥം നമ്മളെ തകർക്കുവാൻ ഒരു ശക്തി നമുക്കെതിരായിട്ട് വരും. അതിനെ നമ്മൾ അതിജീവിച്ചില്ലെങ്കിൽ നമ്മൾ ലോകത്തിലാകും. ആ ശക്തി നമ്മളെ പരാജയപ്പെടുത്തും. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ടോ എന്നെ കൊണ്ടോ ഒറ്റയ്ക്ക് നടക്കുന്നതല്ല. അത് കർത്താവിനറിയാം. ശിഷ്യന്മാർക്കൊക്കെ കർത്താവ് ഉയർത്തി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഇനി എൻ്റെ യേശുവിനെ തല്ലിക്കൊന്നാലും എഴുന്നേറ്റ് നിൽക്കും, പിന്നെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അവരടുത്ത ചോദ്യം ചോദിച്ചത്, നീ എന്നാ രാജാവാകാൻ പോകുന്നത്? കർത്താവ് പറഞ്ഞു, അതൊന്നും നിങ്ങൾ അറിയണ്ട, പിന്നെ ഈ പട്ടണം വിട്ട് പോകരുത്. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ 49 വാക്യവാ, നിങ്ങളോ ഉയരത്തിൽ നിന്നും ശക്തി ലഭിക്കുവോളും ഈ നഗരത്തിൽ താമസിച്ചോണം. ശക്തി ലഭിക്കാതെ ഒന്നും ഞാൻ ഉയർത്തെന്ന് പറഞ്ഞ് പോകരുത്. പോയാ നീ ഒന്നും അംഗീകരണത്തിലായിരുന്നുമ്പോ നിന്നെ വീഴിക്കും. ഈ ഭൂമിയെ കൺട്രോൾ ചെയ്യുന്ന 3 ശക്തിയുണ്ട്. ഒന്ന് ആറ്റം പവർ, 2 എനർജി, പെട്രോളും എല്ലാം അതിനകത്ത് വരും. ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന പവറാ എനർജി, ഫ്യൂവൽ, എനർജി, ഏതെങ്കിലും വിധത്തിലുള്ള എനർജി ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന. 2 ആറ്റം, ആറ്റം എനർജി 2. 3 ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത് മനുഷ്യൻ്റെ ബുദ്ധിശക്തി. 3 ശക്തിയുണ്ട്. ബുദ്ധിശക്തി, പവർ ഓഫ് ഇൻ്റലിജൻസ്, പവർ ഓഫ് ആറ്റം, പവർ ഓഫ് ഇൻ്റലിജൻസ്, എനർജി. ഈ 3 ശക്തിയും ലോകത്തെ കൺട്രോൾ ചെയ്യുമ്പോൾ ക്രിസ്തീയ ജീവിതം വിജയിപ്പിക്കാൻ സ്വർഗം പറഞ്ഞു, നിങ്ങൾക്ക് വേറൊരു ശക്തി ഞാൻ തരാം. ഈ ലോകത്തിലെ ശക്തിയല്ല, ഉയരത്തിലെ ശക്തി. ആ ശക്തിയുടെ പേരാണ് പൗലോസ് അപ്പോസ്തലന്റെ ഭാഷ പറഞ്ഞാൽ അത്യന്ത ശക്തി, മൈറ്റി പവർ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് വേണം ലോകത്തെ നമ്മൾ ജയിക്കാൻ. നമ്മുടെ ഒരു ശക്തിയും സാത്താനിലേക്ക് നമ്മൾ ജയിക്കത്തില്ല. അതിനാണ് ഈ 4ാമത്തെ ശക്തി നമുക്ക് തന്നിരിക്കുന്നത്. ദൈവമക്കൾക്ക് 7 പവറാണ്. അതെല്ലാം ഈ ശക്തി തന്നെയാണ്. 7 പവറിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അതിൻ്റെ എല്ലാ ആകെ തുകയാണ് 7 പവർ എന്ന് പറഞ്ഞാൽ. ഇലക്ട്രിക് പവർ ഇവിടെ വരുമ്പോൾ 1 വെളിച്ചം കാണുന്നു, 2 AC വർക്കാകുന്നു, 3 ഫാൻ കറങ്ങുന്നു, 4 ആംപ്ലിഫയർ വർക്കാകുന്നു, 5 വീഡിയോ ഫോട്ടോ എടുക്കുന്നു. ഇതെല്ലാം ഒറ്റ പവറാ. ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി 7 വിധത്തിൽ എന്നിലും നിങ്ങളിലും ആകുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിതം വിജയിപ്പിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ലോകം എന്ന് പറയുന്ന ശക്തി നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അത് ദുബായ് ലോകം എന്നല്ല, അതല്ല നമ്മളെ തകർക്കുന്നത്. ഇന്ത്യയല്ല, ദുബായ് അല്ല, ഇവിടുത്തെ കെട്ടിടങ്ങളല്ല, ഇവിടുത്തെ റോഡല്ല, അതിനകത്തുകൂടി ദൈവഹിതത്തിന് വിരുദ്ധമായ ആകർഷണത്തിലേക്ക് നമ്മളെ വലിക്കുമ്പോൾ അത് ലോകത്തിന്റെ ശക്തി. ഇവിടുത്തെ നല്ല വസ്ത്രങ്ങളല്ല നമുക്കെതിരെ, ഇവിടുത്തെ നല്ല ഭക്ഷണമല്ല എതിരെ, ഇവിടുത്തെ വീടുകളല്ല എതിരെ. നോ, ഇതൊന്നുമല്ല. എന്നാൽ നമ്മളെ തകർക്കരുത്. നിങ്ങളിൽ ഒരാൾ, ഉദാഹരണം, ഇത് ക്ലാസ് ആണല്ലോ, കൺവെൻഷൻ അല്ല, നിങ്ങളിൽ ഒരാൾ, അതായത് ഒരു ദൈവ പൈതൽ എക്സ്, യാതൊരു ആത്മീയവുമില്ലാത്ത ഒരു ലോക മനുഷ്യൻ വൈ, നിങ്ങൾ 2 പേരും ഇന്നത്തെ ഫ്ലൈറ്റിൽ ഇവിടെ നിന്ന് അമേരിക്കയ്ക്കോ ഇന്ത്യക്കോ പോകുന്നു. സങ്കല്പിക്കുക, എക്സ് എന്ന് പറയുന്ന ക്രൈസ്തവൻ ദൈവ പൈതൽ, ലോകം വരുന്ന കാണിക്കാൻ. എക്സ് എന്ന് പറയുന്ന ദൈവ പൈതൽ, വൈ എന്ന് പറയുന്ന ലോക മനുഷ്യൻ, 2 പേരും ഭയങ്കര തിരക്കായിരുന്നു. ജോലിയിലോ വീട്ടിലോ ഉള്ള വലിയ തിരക്കുകൾ, ഹെവി റഷ്, പാക്കിങ്, സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുക, പല പ്രാവശ്യം വെയിറ്റ് എടുത്ത് തൂക്കി എല്ലാം കഴിഞ്ഞ് 2 പേരും ഒറ്റ ഫ്ലൈറ്റിൽ പോവുക. ടിക്കറ്റ് എടുത്തു. വളരെ ക്ഷീണമുണ്ട്, ഇന്നലെ ഉറങ്ങിയിട്ടില്ല 2 പേരും. ഇന്നലത്തെ ക്ഷീണമുണ്ട്, ഇന്നത്തെ ക്ഷീണമുണ്ട്, എല്ലാം കഴിഞ്ഞ് അവിടെ ചെന്ന് ബോർഡിംഗ് പാസ് മേടിച്ചു. നിങ്ങൾ പ്ലെയിനിൽ, ഒറ്റ പ്ലെയിനിൽ അടുത്തടുത്ത സീറ്റിലിരുന്നു. ഒരാൾ എക്സ്, ക്രൈസ്തവ അനുഭവമുള്ളവൻ, ഒരാൾ വൈ, ഒരു ലോക മനുഷ്യൻ ഇരുന്നു. ഫ്ലൈറ്റ് പൊങ്ങി അങ്ങോട്ട് പോകുന്നു. ഹെയർ ഹോസ്റ്റസ് വരുന്നു, ബെവറേജസ് കൊണ്ടുവരുന്നു. ലോകം വരുന്നത് കാണിക്കാം. പ്രൈസ് ദി ലോർഡ്. അതിനകത്തൊരു കുപ്പിക്കകത്തുനിന്ന് വിസ്കി എടുത്തു. ആ വൈ എന്ന് പറഞ്ഞ ലോക മനുഷ്യൻ പറഞ്ഞു, വളരെ ടയേർഡാ,
ഇത് കിട്ടിയത് നന്നായി, ഇന്നത്തെ എൻ്റെ അധ്വാനവും ക്ഷീണവും ദേഹത്തെ വേദന സ്ട്രെസ്സും ഇത് ഇച്ചിരി അടിച്ചാൽ ഞാനിരുന്ന് മയങ്ങും. അവൻ മേടിച്ചടിച്ചാൽ അവൻ അത് കൊള്ളാം. പക്ഷെ നീ ഒരു ദൈവ പൈതലാ, നീ അതല്ല മേടിച്ചടിച്ചാൽ നിന്നിൽ ലോകം വന്നു കഴിഞ്ഞു. Praise the Lord. You are not supposed to participate that because you are a child of God. ആ വ്യക്തിക്ക് അത് തെറ്റായിട്ട് തോന്നത്തില്ല. ഞാൻ എന്ത് ക്ഷീണിച്ചാ അങ്ങോട്ട് കയറിയിരിക്കുന്നത്, തേടിയ പള്ളി കാലേ ചുറ്റെന്ന് പറഞ്ഞ പോലെ ക്ഷീണിച്ച് തകർന്ന് ഈ പെട്ടിയും ചോന്ന് വന്ന് ഭാരപ്പെട്ട് വന്നപ്പോൾ ദേ കൊണ്ടു തന്നിരിക്കുന്നത് അടിച്ചാൽ ഇനി അങ്ങ് അമേരിക്ക വരെ സുഖമായിട്ടിരുന്ന് ഉറങ്ങാം, അല്ല ഡൽഹി വരെ ഉറങ്ങാം എന്ന് പറഞ്ഞ് അവൻ മേടിച്ചടിച്ചതുപോലെ ഒരു ദൈവ പൈതൽ മേടിച്ച് കുടിച്ചാൽ അത് ലോകം. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാക്കി വരുന്ന കൈ പൊക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്താൽ ലോകം നമ്മളെ വീഴിക്കും. നമുക്ക് തമ്പുരാൻ തന്നിരിക്കുന്ന പൊസിഷനും സ്ഥാനത്തിനും വിരുദ്ധമായി ദൈവനാമം മഹത്വം വരാത്ത കാര്യങ്ങൾ ചെയ്താൽ പ്രൈസ് ദി ലോർഡ് തീർന്നു. യോഹന്നാന്റെ സുവിശേഷം വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. പഠിച്ചാൽ കാണാം, കൈവിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവ സഭയാ. കർത്താവിൻ്റെ ഈ തലമുറയിലെ വരവിൽ ഏതെല്ലാം ക്രൈസ്തവ സഭകൾ ഇവിടെ കടന്നു പോകുന്നോ അവരാണത്. 17-ാം അധ്യായം അവളെ അവിടെ പറയുന്ന പ്രോസ്റ്റിറ്റ്യൂട്ട്, വേശ്യയെന്ന്. അവൾ ഇരിക്കുന്ന എതിർക്രിസ്തുവിൻ്റെ തോളയിലാണ്. അത്ര ഹോൾഡായിരിക്കും എതിർക്രിസ്തുവിൻ്റെ മേൽ. കൈവിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവ സഭയാ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് 17-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ യോഹന്നാൻ ഇവിടെ ഒന്ന് കാണുക. ഒന്ന് വായിച്ചേ. 17-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാം. 17-ാം അധ്യായം 6-ാം വാക്യം. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തായിരിക്കുന്നത് ഞാൻ കണ്ടു. സ്ത്രീ ഒന്നുകൂടെ വായിച്ചേ. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷിയുടെ രക്തവും കുടിച്ച് സ്ത്രീ. എനിക്കറിയാതെ ഒത്തിരി പോരാട്ടമുള്ള ഈ വിഷയങ്ങളല്ലേ കണ്ടോ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷൻ ചെയ്യുന്ന കഴിഞ്ഞ വർഷം ഞാൻ അമേരിക്കയിൽ പോകുന്ന പ്രസംഗിക്കാൻ വാക്കിങ്ങിന് അവർ അച്ചായൻ സഭയിലെ സെക്രട്ടറിയെ പുള്ളി വായിച്ചേക്കണോ, 10 കമ്പും 7 കൊലയുമുള്ള ഒരു മൃഗം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം വായിച്ചതാ. ഒന്നുകൂടെ വായിച്ചാ. സാക്ഷിയുടെ രക്തവും കുടിച്ച സ്ത്രീ മത്തയായിരിക്കുന്നത്. സ്ത്രീ മത്തായതല്ല, സ്ത്രീ മത്തയായിരിക്കുന്നത്. അടുത്ത വാക്യം ഒന്ന് വായിച്ചു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. ആ വാക്ക് പറയാനാ, ഐ മാർവൽഡ്. ഞാൻ അവളെ കണ്ട് ആശ്ചര്യപ്പെട്ടു. മുമ്പേ പറഞ്ഞ കാര്യം ഒന്നുകൊണ്ടെന്ന് കൊണ്ടുവരിക. ഫ്ലൈറ്റേ കയറുമ്പോൾ കുടിക്കുന്നതിന്മേലേ എനിക്ക് വ്യത്യാസം കാണിക്കാം. ഞാൻ പേടിച്ചെന്നല്ല, ഞാൻ ആശ്ചര്യപ്പെട്ടു. എന്താ ആശ്ചര്യം? എന്താ യോഹന്നാൻ ആശ്ചര്യപ്പെട്ടത്? കാണിച്ചു തരാം. നിങ്ങൾ അവധിക്ക് നാട്ടിൽ വന്നൊന്ന് സങ്കല്പിച്ചേ. എൻ്റെ വീട് കോട്ടയത്താ. നിങ്ങളതിലേ വരിക. നമ്മുടെ നാട്ടിൽ കൂടെ വന്ന് ഈ ക്യൂ കാണാം. ഏറ്റവും അച്ചടക്കമുള്ളൊരു ക്യൂ ഉണ്ട്, അറിയാവോ? സിനിമാ തിയേറ്ററിലൊന്നുമല്ല. കണ്ടോ, സഹോദരന്മാർ ചിരിക്കാൻ തുടങ്ങി. ഏറ്റവും അച്ചടക്കമുള്ളൊരു ക്യൂ എവിടാന്നറിയാവോ? കേരള ഗവൺമെന്റിന്റെ ബെവറേജ് കോർപ്പറേഷന്റെ മുമ്പിൽ വിദേശ മദ്യം വിൽക്കുന്ന കടയുടെ മുമ്പിൽ നോക്കിക്കേ. ഇത്രയും സ്നേഹവും അച്ചടക്കമുള്ള ഒരൊറ്റ വ്യക്തികളെ ഞങ്ങൾ കണ്ടിട്ടില്ല. വീട്ടിൽ കറിക്കുപ്പ് പറഞ്ഞ ആ ഫ്ലൈറ്റ് പറപ്പിക്കും. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ അച്ചടക്കം. അപ്പോൾ നിങ്ങൾ വരിക. ഈ യോഹന്നാൻ ആശ്ചര്യപ്പെട്ട കാര്യം പറയാം. അപ്പോൾ നിങ്ങൾ വരിക. അപ്പോൾ കറിയാച്ചൻ്റെ പുറകെ സുഹൃത്താ. അല്ല, നിങ്ങൾ ആരെങ്കിലും വന്നു, നിങ്ങളിങ്ങനെ കാറെ പാസ് ചെയ്യുമ്പം ബെവറേജ് കോർപ്പറേഷൻ്റെ അതിൽ ഒരു വലിയ ക്യൂ. ഒരു സംഭവം നിങ്ങൾ സംഭവിക്കത്തില്ലേ 1% പോലും, എങ്കിലും ഞാനങ്ങ് മുൻകൂർ ജാമ്യം എടുത്ത് പറഞ്ഞു നടക്കത്തില്ല അങ്ങ് പറഞ്ഞു. നിങ്ങൾ ആ ക്യൂ നോക്കുമ്പോൾ അതിനിടെ തോമസ് മാമനും ജോർജ് വർഗീസ് ഭാസ്റ്ററും. അതാ പറയുന്നത് നടക്കത്തില്ല, എങ്കിലും ഞാനങ്ങ് പറയാം. അപ്പം നിങ്ങൾ എന്നാ പേടിക്കുവോ ഷേർലി സിസ്റ്ററെ? അയ്യോ എനിക്ക് നേരടാ കേട്ടോ. ഇതാ യോഹന്നാൻ കൈവിടപ്പെട്ടു പോയ ക്രൈസ്തവ സഭയെ കാണുന്നത് യേശുക്രിസ്തുവിന്റെ തോളയിൽ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകം എന്നാന്ന് പറയാനായിട്ടാ. ലോകമെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സിസ്റ്റവും അല്ല ലോകം തകർക്കുന്നത്. ഈ സിസ്റ്റങ്ങളെല്ലാം നല്ലതാ. പക്ഷെങ്കിൽ എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാൻ പറഞ്ഞിട്ടില്ലാത്തതും പാപത്തിന്റെ ചുവയുള്ളതും ക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വം കുറയുന്നതും ആയിട്ടുള്ള ഏതെങ്കിലും നമ്മൾ അഡോപ്റ്റ് ചെയ്താൽ അത് ലോകം നമ്മളെ കയറി പിടിച്ചു. ദാറ്റ് ഈസ് ദ വേൾഡ്. അല്ല ഇവിടുത്തെ നല്ല വസ്ത്രം ധരിക്കരുതെന്നല്ല, നല്ല ഷൂ ഇടരുതെന്നല്ല, നല്ല വാച്ച് മേടിക്കരുതെന്നല്ല, ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം കരേറ്റാതിരിക്കുന്ന ഏത് ചെയ്തെന്ന് പറഞ്ഞാലും, വസ്ത്രമായാലും ഭക്ഷണമായാലും, ഈ സ്റ്റാൻഡേർഡ് ഉണ്ട്. പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ
ഈ അമേരിക്കയിലൊക്കെ ഡോക്ടറേക്കാൾ ശമ്പളം കിട്ടും മെക്കാനിക്കിന്. കാരണം അവൻ്റെ സ്കിൽഡിന് അവിടെ വിലയാണ്. പക്ഷേ മെക്കാനിക്ക് ആയിരിക്കണം. എങ്ങനെയാണെന്നറിയാവോ? കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുക്കും, ഇന്ന മിഷ്യൻ പോയി വേഗം ഡിസോർഡർ ഇന്നതാ ഒക്കെ പറഞ്ഞു കൊടുക്കും. ഇന്ന ഡിസോർഡറാ, പോയി ഗോ ആൻഡ് റിപ്പയർ ഇറ്റ് ആൻഡ് കം ബാക്ക്. മണിക്കൂറിന് അവന് കിട്ടുന്ന ഡോളറിൻ്റെ കണക്കെത്രാണെന്നറിയാവോ? വലിയ തുകയാണ്. നിങ്ങളൊരാഴ്ച ചെയ്താൽ കിട്ടുന്ന പണി അവന് ഒരു ദിവസം കൊണ്ട് കിട്ടും. പക്ഷെ അവിടെ ചെന്ന പണിയാ. എന്നതാ പണി? ചെന്നിരുന്ന ഉടനെ നമ്മുടെ നാട്ടിലെ പോലെ അസിസ്റ്റന്റ്, എടാ ഇത് വിടിയടാ എന്നൊന്നും പറഞ്ഞ അവിടെ എങ്ങും ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. അതെ, അങ്ങനെ എടാ ചാക്കോയെ അങ്ങേയറ്റത്ത് പിടിയിടാ, ഞാനത് മുറുക്കാവിടാ, ഞാനൊന്ന് ഒരു സിഗരറ്റ് വലിച്ച്, ആ പണിയൊന്നും അവിടെ നടക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതിന് അവരൊരു പരിപാടി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഓരോ ടൂൾസും ഉണ്ടല്ലോ, ഈ ലോകം വരുന്ന കാര്യം പറയാനാ. ഓരോ ടൂൾസും സഹോദരിമാർ അടുക്കള മസാലപ്പെട്ടിയിൽ ഇടുന്നാൽ ഇട്ടാലൊന്നും പണി നടക്കത്തില്ല. അതിന് അവരുടെ പാൻസിൽ 5-6 പോക്കറ്റ് ഫിറ്റ് ചെയ്ത് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. എന്തിനാ? ഇവിടെ മങ്കി പ്ലെയർ, ഇവിടെ സ്ക്രൂ ഡ്രൈവർ, ഇവിടെ മറ്റേ പ്ലാനർ, ഇതെല്ലാം അവർക്ക് ഓർഡർ അറിയാം. സ്ക്രൂ ഡ്രൈവർ വേണേ അറിയാതെ അവൻ്റെ കൈ വലത്ത് വശത്ത് ഈ പോക്കറ്റ് കയറും, മംഗളി പ്ലെയർ ഇവിടെ കയറും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ്റെ 6 പോക്കറ്റ് 6 ടൂൾ ഇടാനാ. പക്ഷെ അത് ഇട്ടുകൊണ്ട് സഭായോഗത്തിന് വരാനല്ല. പിടി കിട്ടിയ ലോകം വന്നെങ്ങനെ? പ്രൈസ് ദി ലോർഡ്. അതിട്ടോട്ട് സഭായോഗത്തിന് വന്നാൽ അവനിൽ ലോകം കയറി. കേരളത്തിലൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഒരു കുരങ്ങിന്റെ വാല് ഒരു വള്ളിയും കൂടെ വെച്ചേക്കും. എന്തിനാ? ഭംഗി കൂട്ടാൻ. അത് അവന്റെ ജോലിക്കുള്ള യൂണിഫോമാ. ആരാധിക്കാൻ വരുമ്പോഴുണ്ടല്ലോ മാന്യമായി യോഗ്യമായി വസ്ത്രം ധരിച്ച് എവിടെ പോവുക? ഞാൻ വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കാൻ പോവുക. ഹല്ലേലൂയ. തേജസ് ധരിച്ച ദൈവത്തെ ആരാധിക്കാൻ ഞാൻ പോവുക എന്ന് പറഞ്ഞു. ഇപ്പൊ കാണുന്നില്ല. അല്ലാതെ 6 പോക്കറ്റ് പാവമല്ല, അത് തെറ്റല്ല. അവൻ വരന്റെ സ്ഥാനം വേറെയാ. പ്രൈസ് ദി ലോർഡ്. അവനവനെ പ്രായത്തിന് തക്ക വേഷം ധരിക്കണം. എനിക്ക് വയസ്സ് 77. പ്രൈസ് ദി ലോർഡ്. 77 വയസ്സുള്ള എനിക്ക് ഒരാളൊരു ഫ്രീ ഷർട്ട് ഇങ്ങോട്ട് തരിക, 7 കളറും 18 പോക്കറ്റും ഉണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് വേണ്ട. നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ദൈവമക്കളെ, പഠിപ്പിച്ചാൽ നടക്കും. പക്ഷെ നമ്മളങ്ങനല്ല. നമ്മുടെ വീതം ഒരു പോക്കറ്റോടെ വെച്ച് കൊടുക്കാൻ നോക്കും. എന്തിനാ? നാട്ടിൽ പോകുമ്പോൾ നമ്മൾ അന്വേഷിക്കത്തില്ലേ ചെറുക്കന് കൊടുക്കാൻ പറ്റിയ 7 പോക്കറ്റോ? പാടില്ല. നമ്മൾ ഒരിക്കലും നമ്മുടെ പൊസിഷൻ വി ഷുഡ് കീപ്പ് അപ്പ്. എന്നോട് പിണക്കമുള്ളവരെല്ലാം കൈവക്കി ദൈവത്തെ സ്തുതിച്ച്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഞാൻ വിഷയത്തിലേക്ക് വരുന്നേ ഉള്ളൂ. എൻട്രൻസ് കഴിഞ്ഞ് നിർത്തും. ബാക്കി നമ്മൾ നാളെ തുടരും. ഈ ലോകം എന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയൊരു ആരംഭം മാത്രം ഞാൻ കാണിച്ചു തരിക. പ്രൈസ് ദി ലോർഡ്. ഓരോ രാജ്യത്തിൽ ഓരോ കൾച്ചറുണ്ട്. ആ കൾച്ചറിൽ പോകുമ്പോൾ ഒരു തെറ്റുമില്ല, ആ സംസ്കാരം. പക്ഷെ അവൻ്റെ സംസ്കാരം ഞാൻ എടുക്കരുത്. നമ്മൾക്കൊരു ലോകത്തിലെ ഏറ്റവും ഉന്നതമായ സംസ്കാരം മധ്യ തിരുവിതാംകൂർ സംസ്കാരം, അല്ലെങ്കിൽ കേരള കൾച്ചർ. അത് ഏറ്റവും നല്ലൊരു കൾച്ചറാണ്. അതുകൊണ്ട് മറ്റുള്ളതിനെ ഒന്നും നമ്മൾ കളയണമെന്നല്ല, നമ്മുടെ വില പണയം കൊടുക്കരുത്. സ്തോത്രം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ഫാഷനൊക്കെ പഠിപ്പിച്ചോ, പക്ഷേ മാതൃത്വം പഠിപ്പിച്ചില്ലെങ്കിൽ സംഗതി പോകും. മാതൃത്വം പഠിപ്പിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം. അവർ ഇംഗ്ലീഷ് പഠിച്ചില്ല ജീവിക്കത്തില്ല. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ആ പിതൃഭാഷ കളഞ്ഞാലുണ്ടല്ലോ സംഗതിയെല്ലാം തെറ്റും. അത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിലുള്ള ജീൻ, അവരുടെ കൾച്ചർ മാറും. അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം. ദേ ഷുഡ് കം അപ്പ് വെരി നൈസ്ലി ഇൻ ഇംഗ്ലീഷ്. ബട്ട് ദ സെയിം ടൈം വി ഹാവ് ആൻ അൻഷ്യന്റ് കൾച്ചർ. അതറിയണമെങ്കിൽ ഉണ്ടല്ലോ എന്താ? നമ്മുടെ മാതൃഭാഷ അറിഞ്ഞിരിക്കണം. പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊന്നും ഞാൻ പേര് പറയുന്നില്ല. ചില രാജ്യങ്ങളിൽ പോയ ആളുകളുണ്ടല്ലോ, ആദ്യം ഓർത്ത മക്കള് മലയാളം പറഞ്ഞാൽ പാവമാണെന്ന്. ഇപ്പൊ അവർക്ക് വേദന തുടങ്ങി. അന്നൊക്കെ അവർക്ക് അതിന് പാവമാണെന്ന് തോന്നി. വിട്ടരുത്, ഡോണ്ട് ടോക്ക് മലയാളം. ഇപ്പൊ പഠിത്തം മലയാളത്തിലാക്കി അങ്ങനെ മറന്നു. മക്കളെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് എന്നാ പറ്റി? എല്ലാം പറക്ക പറ്റിയപ്പോൾ ഇതിലാൻ പോയപ്പോഴാണ് കളി തെറ്റിയത്. ഇപ്പം മനസ്സിലായി. ഇപ്പം പതുക്കെ മലയാളത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി. യഹോവ എൻ്റെ 16-കാരനും പറയും ഇടയൻ ആഴുന്നു. അവന് പറയാൻ അറിയാൻ മേല. ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ, അതാ ഗൾഫിൽ നിന്ന് വന്നവർ അവിടെ അല്ല, ഇംഗ്ലണ്ടിലെ മുഴുവൻ ആളുകളും കഴിഞ്ഞ ആഴ്ച ഞാൻ ഇംഗ്ലണ്ടിൽ 40 ദിവസം ഉണ്ടായിരുന്നു. എന്നെ വളരെ സന്തോഷിപ്പിച്ചത് അവിടുത്തെ മുഴുവൻ ആളുകളും ഒരു സഭാ വ്യത്യാസവും ഇല്ല. കുഞ്ഞുങ്ങളെ ശരിക്കും മലയാളം പഠിപ്പിച്ച്, മലയാളം കൾച്ചറും പഠിപ്പിച്ച്, സഭായോഗങ്ങളിലൊക്കെ നല്ല മലയാളം വാക്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് സന്തോഷം. അവർ പറഞ്ഞു ആ രാജ്യത്തൊക്കെ പറ്റിയ അപകടം ഇവിടെ വരരുതേ, ഞങ്ങൾ വളരെ സൂക്ഷിക്കുന്നു. നമ്മുടെ പിതൃത്വം നമ്മൾ കളയരുത്.
ക്രിസ്തീയ ജീവിതം നമ്മൾ വിജയിപ്പിക്കണമെങ്കിൽ നമ്മൾ ലോകം നമുക്കെതിരെ ഇങ്ങനെ വരിക. ലോകം എന്താണെന്ന് നമ്മൾ നാളെ ചിന്തിക്കാൻ പോവുക. ലോകത്തിൻ്റെ ഓരോരോ ബന്ധങ്ങൾ ബൈബിൾ കൂടി ചിന്തിക്കാൻ പോവുക. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ദൈവമക്കളെ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് മുൻപേ കർത്താവിനെ പകച്ചതാ. അതല്ലേ പാട്ടുകാരൻ പാടുന്ന, നാഥനെ മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിന്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒന്ന് കളയാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. സമ്പാദിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. നോ. നല്ല വീട് വെക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. നല്ല ഭക്ഷണം കഴിക്കരുതെന്ന് വേദപുസ്തകം പഠിപ്പിച്ചിട്ടില്ല. നല്ല വസ്ത്രം ധരിക്കരുതെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഇതെല്ലാം ചെയ്യാം, എൻ്റെ കർത്താവിൻ്റെ നാമം ദുഷിക്കരുത്. ഞാൻ ആരെ പിന്തുടരുന്നോ ആ നാമത്തെ ദുഷിക്കാതെ നമ്മൾ ലോകത്തെ സ്വീകരിച്ചു കഴിയുമ്പോൾ ലോകം നമ്മളിലേക്ക് വരരുത്. നല്ലൊരു മലയാളമാക്കി ഞാൻ പറയാം. ലോകം എന്താന്ന്? വള്ളം വെള്ളത്തിൽ കിടക്കാനുള്ളതാ. പക്ഷെങ്കിൽ വള്ളത്തിനകത്ത് വെള്ളം കയറിയാൽ എന്തു പറ്റും? വള്ളം മുങ്ങും. വള്ളം കരയ്ക്ക് വെക്കാനുള്ളതല്ല. ഇറ്റ് ഈസ് സപ്പോസ് ടു ബി ഇൻ ദ വാട്ടർ ഓൾവേസ്. അല്ല, രാത്രി കരക്കിരിക്കട്ടെ, പകൽ കടലിൽ വെള്ളത്തിൽ കിടക്കട്ടെ എന്നല്ല. വള്ളം 24 മണിക്കൂറും വെള്ളത്തിൽ കിടക്കണം. പക്ഷെങ്കിൽ വള്ളത്തിനകത്ത് വെള്ളം കയറിയാൽ വള്ളം മുങ്ങും. നമ്മൾ ലോകത്തിൽ ജീവിക്കണം, നമ്മുടെ ഉള്ളിൽ ലോകം കയറി വരരുത്. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്താൽ ജയകരമായ ക്രിസ്തീയ ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. ജയകരമായ ക്രിസ്തീയ ജീവിതം. നമുക്ക് ആരുടെ ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് നാളെ ചിന്തിക്കാം. എനിക്കറിയാം, ടൈം ഞാൻ ഒട്ടും നീട്ടത്തില്ല. ജോലിക്ക് വന്നവരാ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കണം. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാറുണ്ട്, തീർന്നില്ല. ലോകത്തിൽ വരുന്ന ഒബ്സ്ട്രക്ഷൻ ഇനിയുണ്ട് ഒത്തിരി. ശാസ്ത്രത്തിൻ്റെ ഭാഷയിലുണ്ട് ഒബ്സ്ട്രക്ഷൻ. ഇതെല്ലാം നമുക്ക് നാളെ ചിന്തിക്കാം. ഇന്ന് കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്ന് രാത്രി ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.